ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിന്റെ കരുണയാലും 7 എന്ന അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താൽ ഇന്ന് ദിവസം മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് ഷിബു. ആം, ഇന്ന് യേശു മീറ്റിംഗിലേക്ക് കടന്നു ചേട്ടൻ വന്ന ഹായ് 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 ഇന്ന് ചേട്ടാ ഹായ്. മീറ്റിംഗിലേക്ക് കടന്നു വന്ന എല്ലാവരോടും നന്ദിയാണ്. അപ്പൊ നമ്മള് ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന അധ്യായത്തിന്റെ അവസാന ഭാഗമാണിത്. നമ്മള് ഇതുവരെയും റിസെന്റ്മെന്റ്സിനെ കുറിച്ചും ഫിയറിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചതിന് ശേഷം ആം, ഇനി അല്പം ലൈംഗികത എന്ന് തുടങ്ങുന്ന ആ പാരഗ്രാഫിലേക്കാണ് പോകുന്നത്. റോമിൽ വായിക്കാവോ ആ പാരഗ്രാഫ്? വായിക്കും ഒരു സെക്കൻഡ്. പേജ് 67. ഇനി കിട്ടി. ഇനി ഒരു അല്പം ലൈംഗികത. ഞങ്ങളിൽ പലരും ഇവിടെ ഒരഴിച്ചുപണി വേണ്ടി വന്നു. എല്ലാത്തിലും ഉപരി ഇക്കാര്യത്തിൽ ഔചിത്യബോധ്യമുള്ളവരാകാൻ ഞങ്ങൾ ശ്രമിച്ചു. പാളത്തിനു വെളിയിൽ ചാടാൻ എളുപ്പമായിരുന്നു. പൊതുജനാഭിപ്രായങ്ങൾ അതിരുകടക്കുന്നത് ഞങ്ങൾ കണ്ടു. ഒരുപക്ഷെ അസംബന്ധങ്ങൾ. ഒരു കൂട്ടർ പറഞ്ഞു സെക്സ് ഒരമിത വികാരമാണെന്ന്. ഉൽപാദനത്തിനുള്ള ഒരടിസ്ഥാനം മാത്രം. കൂടുതൽ സെക്സിന് വേണ്ടി കരയുന്നവരുടെ ശബ്ദവും ഞങ്ങൾ കേട്ടു. വിവാഹ നിയമങ്ങളെ പ്രതി വിപലിക്കുന്നവർ, മനുഷ്യവർഗത്തിന്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ സെക്സ് കാരണമാണെന്ന് കരുതുന്നവർ, ഞങ്ങൾക്കത് വേണ്ടുവോളമില്ലെന്നവർ കരുതുന്നു. ഉള്ളത് തന്നെ ശരിയായ വിധത്തിലല്ല. അതിന്റെ ലക്ഷണങ്ങൾ അവർ എവിടെയും കണ്ടു. ഒരു കൂട്ടർ മനുഷ്യന്റെ ആഹാരത്തിൽ ഒരു പൊടിയും ചേർക്കരുതെന്ന് പറയുമ്പോൾ മറ്റൊരു കൂട്ടർ മുളക് പൊടി തന്നെ ചേർക്കണമെന്ന് പറയുന്നു. ഈ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ആരുടെയും ലൈംഗിക പ്രശ്നങ്ങൾക്ക് മാധ്യസ്ഥം പറയുന്നവരല്ല. ഞങ്ങൾക്കെല്ലാം ലൈംഗിക പ്രശ്നങ്ങളുണ്ട്. അതില്ലെങ്കിൽ ഞങ്ങൾ മനുഷ്യരല്ല. ഇതിനായി ഞങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും? ഞങ്ങളുടെ കഴിഞ്ഞകാല സ്വഭാവം ഞങ്ങൾ പുനഃപരിശോധിച്ചു. അല്ല, ഇവിടെയാണ് അവിടെ ഞങ്ങൾ ആ പാരഗ്രാഫ് നിർത്താം. അപ്പം നൗ അബൌട്ട് സെക്സ്, ഇനി അല്പം ലൈംഗികത. അപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത സെന്റൻസിൽ അവർ പറയുന്നത് ഞങ്ങളിൽ പലർക്കും ഇവിടെ ഒരു അഴിച്ചുപണി വേണ്ടി വന്നു എന്നാണ്. അപ്പോ എന്താണ് ഈ ഒരു അഴിച്ചുപണി? ഓവർ ഹോളിംഗ് എന്ന് വെച്ചാൽ അഴിച്ചുപണി എന്ന് വെച്ചാല് ഒരു 13 വയസ്സ് അല്ലെങ്കിൽ 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള നമ്മുടെ കൗമാര കാലഘട്ടത്തില് നമ്മള് കുറെ കാര്യങ്ങൾ നന്നായിട്ടും അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി. ചില കാര്യങ്ങൾ നമ്മൾ തെറ്റായാണ് ധരിച്ചത്. അപ്പം പ്രത്യേകിച്ച് എന്റെയൊക്കെ ടീനേജിന്റെ കാലഘട്ടത്തിലൊക്കെ സെക്സ് എഡ്യൂക്കേഷൻ ഒന്നും അത്ര വ്യാപകമായിട്ടില്ലാത്ത സമയമാണ്. ഇപ്പോ ബയോളജി ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഓടുക എന്നുള്ള അല്ലെങ്കിൽ ഇതുപോലെയുള്ള ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളോ എന്താണ് പ്രോപ്പർ സെക്സ് എന്നോ ഒന്നും വ്യക്തമായിട്ട് പറയാനായിട്ട് പലർക്കും മടിയായിരുന്നു. അല്ലെങ്കിൽ ഇത് മറച്ചു വെക്കേണ്ട കാര്യമാണ്, ലോകം മുഴുവൻ വിളിച്ചു പറയേണ്ട കാര്യമല്ല, അല്ലെങ്കിൽ ആളുകൾ സ്വയം മനസ്സിലാക്കട്ടെ എന്നുള്ള ധാരണയിലായിരുന്നു അവർ വളരുന്ന സാഹചര്യങ്ങളിൽ സ്വയം മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ എന്തൊക്കെയാണ് സംഭവിച്ചത്? പലരും കൂട്ടുകാരുടെയും സ്കൂളിൽ പഠിച്ച സഹപാഠികളിൽ നിന്നും അയൽവക്കക്കാരിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ നിന്നും തെറ്റായ പല കാര്യങ്ങളും ധരിക്കാനായിട്ട് ഇടയായി. സെക്സ് വളരെ മോശപ്പെട്ട കാര്യമാണെന്നും ഒക്കെ ഉള്ളൊരു ചിന്തയായിരുന്നു. അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കുകയോ അതിനെപ്പറ്റി ചിന്തിക്കുകയോ പോലും ചെയ്യേണ്ടെന്നൊക്കെ ഉള്ള ചില പഠനങ്ങളും ഒക്കെ അതിൻ്റെ ഇടയിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. സോ നമുക്കറിയാം, സെക്സ് എന്ന് പറയുന്നത് ഒരു റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് ലോകത്തുള്ള എല്ലാ മൃഗങ്ങളും അല്ലെങ്കിൽ സസ്യങ്ങളും മരങ്ങളും എല്ലാം ചെയ്യുന്ന ഒരു കാര്യമാണ് സെക്സ്. അപ്പൊ നമ്മൾ മനുഷ്യനാണ്. അപ്പൊ മനുഷ്യര് ശരിക്കും പറഞ്ഞാൽ മൃഗങ്ങളെ പോലെ ഒരു അനിമലാണെങ്കിലും നമുക്കൊരു ഡെവലപ്ഡ് ബ്രെയിൻ ഉണ്ട്. ആ ബ്രെയിന് ഉപയോഗിച്ചാണ് നമ്മൾ ഈ സമൂഹത്തിനോട് അപ്രോപ്രിയേറ്റ് ആയ രീതിയിൽ അല്ലെങ്കിൽ സോഷ്യലി അപ്രോപ്രിയേറ്റ് ആയ രീതിയിൽ ഈ സെക്സിനെ കാണാനായിട്ട് നമ്മൾ മോഡിഫൈ ചെയ്യേണ്ടി വന്നു. കാരണം മൃഗങ്ങളെ പോലെയോ അല്ലെങ്കിൽ മറ്റ് അനിമൽസിനെ പോലെയോ അല്ല മനുഷ്യൻ. നമ്മളൊരു സാമൂഹിക വ്യക്തിയാണ്. അപ്പൊ നമ്മുടെ ഈ സെക്ഷുവാലിറ്റിക്ക് നമ്മൾ കുറച്ച് മോഡിഫൈ ചെയ്താണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, നമ്മള് നമ്മുടെ സാമൂഹിക പഠനങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ
നമ്മുടെ വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഇതൊക്കെ നമ്മൾ കുറെയൊക്കെ മനസ്സിലാക്കി എടുത്താണ്. പക്ഷെ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ AA വന്നതിന് ശേഷം അതിന് ഒരു അഴിച്ചുപണി നടത്തുകയാണ്. എന്തുകൊണ്ടാണ്? കുറെ കാര്യങ്ങൾ നമ്മളിവിടെ പഠിച്ചെടുക്കുകയാണ്. ബുക്കില് നമ്മളോട് പറയുന്നുണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല എന്നാണ്. എങ്കിൽ തന്നെയും നമുക്ക് കുറെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് എന്താണ് ലൈംഗികത എന്നും എന്താണ് അതിന്റെ പ്രോപ്പറായിട്ട്, അതായത് ആരോഗ്യപരമായിട്ട് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും എന്താണ് റെസ്പോൺസിബിൾ ഉത്തരവാദിത്വത്തോടു കൂടിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സെക്സ് എന്നൊക്കെ നമ്മൾ സ്വയം പഠിച്ചെടുക്കുകയാണ്. ആഹ് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഈ നമുക്കിവിടെയൊക്കെ LGBTQ എന്നൊക്കെ പറഞ്ഞ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പോ നമുക്കറിയാം അവര് ലെസ്ബിയൻസ് ഉണ്ട്, ഗേയ്സ് ഉണ്ട്, ബൈസെക്ഷൽ ഉണ്ട്, ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്, ക്യൂർ എന്ന് പറയുന്ന വിഭാഗമുണ്ട്. അപ്പൊ അവരൊക്കെ ഈ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഇതൊക്കെ എന്തോ ഒരു വിചിത്ര ജീവികളാണെന്നും ഒക്കെ ഉള്ള ധാരണയായിരുന്നു. പക്ഷെ ഇന്ന് സയൻസ് വളരുന്ന കാലഘട്ടത്തില് ഇതൊക്കെ മനുഷ്യന്മാരായിട്ട് സൃഷ്ടിക്കപ്പെടുന്നതാണെന്നും അവരുടെ ചിന്തകളിൽ അങ്ങനെ ആയി പോകുന്നതാണെന്നും അത് സാധാരണമാണ്, നോർമലാണ്, അബ്നോർമൽ അല്ല എന്നും ഒക്കെയുള്ള ചിന്തകള് നമുക്ക് കടന്നു വരാൻ തുടങ്ങി. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാസ്റ്റർബേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കുവാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. ചിലര് തെറ്റാണെന്ന് പറയും, ചിലര് ശരിയാണെന്ന് പറയും. ഇവിടെയെല്ലാം എയുടെ നിലപാടെന്ന് പറയുന്നത് ഏതൊരു കാര്യവും അഡിക്ഷനിലേക്ക് മാറുവാണെങ്കിൽ അത് അദ്ദേഹത്തിന് അത് മാറ്റേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അമിതമായിട്ടുള്ള സെക്സ്, ഇപ്പൊ നമ്മൾ അടുത്ത പാരഗ്രാഫിലൊക്കെ അത് പറയുന്നുണ്ട്. അമിതമായിട്ടുള്ള സെക്സിനോടോ അമിതമായിട്ടുള്ള മണി, പവർ ആൻഡ് സെക്സ് എന്ന് പറയുന്നത് നമ്മളെ വീണ്ടും സ്ലിപ്പിലേക്ക് നയിക്കും. നമ്മളിപ്പോ ഈ ഡിഫക്ട്സിനെല്ലാം കണ്ടുപിടിക്കുന്നതിന്റെ കാരണമാണ് ആൽക്കഹോളിസത്തിന്റെ ഒരു ലക്ഷണമാണ് ഈ ഡിഫക്ട്സുകളെല്ലാം. നമ്മുടെ നീരസം കണ്ടു, നമ്മൾ ഭയം കണ്ടു, നമ്മള് ഇപ്പോ ഈ ലൈംഗികത കണ്ടത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ മറ്റുള്ള ഉപദ്രവിച്ച കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു അഴിച്ചുപണി നടത്തി. നമുക്ക് അപ്പൊ ഈ LGBTQന്റെ ഫ്ലാഗ് പോലെ മഴവില്ലാണ്, അവരുടെ മഴവില്ലിന്റെ കളറാണ്. അപ്പൊ നമുക്കറിയാം റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, ഇൻഡിഗോ, വയലറ്റ് എന്ന് പറയുന്ന 7 കളറായിട്ടാണ് അത് നമ്മൾ കാണുന്നെങ്കിലും അതിന്റെ ഇടയിലൊക്കെ പല കളറുകളുണ്ട്. അപ്പം ഈ ഇടയ്ക്ക് നമുക്ക് ഡയറക്റ്റ് 7 കളറ് കാണുന്നതെങ്കിലും ഇൻഫിനിറ്റ് ആയിട്ടുള്ള പല കളറുകളും നമുക്ക് അതിനകത്ത് കാണാൻ കഴിയും. അപ്പം ഇവിടെ നമ്മൾ പറയുന്നത് സെക്സ്, ഞങ്ങളിൽ പലർക്കും ഇവിടെ ഒരു അഴിച്ചുപണി കൊണ്ടുവന്നത് എല്ലാത്തിനും ഉപരി ഈ കാര്യത്തിൽ ഔചിത്യ ബോധമുള്ളവരാകാൻ ഞങ്ങൾ ശ്രമിച്ചു. അപ്പം ഒരു ഔചിത്യത്തോടു കൂടി, റെസ്പോൺസിബിലിറ്റിയോടു കൂടി ഇത് ഉപയോഗിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചു. അപ്പൊ പാളത്തിന് വെളിയിൽ ചാടാൻ എളുപ്പമായിരുന്നു. പൊതുജനാഭിപ്രായങ്ങൾ അതിരുകടക്കുന്നത് ഞങ്ങൾ കണ്ടു. ഒരു പക്ഷെ അസംബന്ധങ്ങൾ എന്ന് വെച്ചാല് കൃത്യമായിട്ട് ഒരു നന്മയുടേതായ തെളിവില്ലാത്ത കുറെ കാര്യങ്ങൾ. ഒരു കൂട്ടർ പറഞ്ഞു സെക്സ് ഒരു അധമ വികാരമാണ്. കാരണം ചിലർ പറഞ്ഞു അത് പറയരുത്, അത് പുറത്ത് ആരോടും മിണ്ടാൻ പാടില്ല, ഉൽപാദനത്തിലുള്ള ഒരു അടിസ്ഥാനം മാത്രമാണ്, റീപ്രൊഡക്ഷന് വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞു. കൂടുതൽ സെക്സിന് വേണ്ടി കരയുന്ന ഒരു ശബ്ദവും ഞങ്ങൾ കേട്ടു. വിവാഹ നിയമങ്ങളെ പ്രതി വിലപിക്കുന്നവർ, അതായത് മാരേജിനെ പറ്റി വിലപിക്കുന്നവർ കണ്ടു. മനുഷ്യവർഗത്തിന്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ സെക്സ് കാരണമാണെന്ന് കരുതുന്നവരുണ്ട്. ഞങ്ങൾക്കത് വേണ്ടുവോളം ഇല്ലെന്ന് അവർ കരുതുന്നു. ഉള്ളത് തന്നെ ശരിയായ വിധത്തിലല്ല. അതിന്റെ ലക്ഷണങ്ങൾ അവിടെ എവിടെയും കണ്ടു. ഒരു കൂട്ടർ മനുഷ്യന്റെ ആഹാരത്തിൽ ഒരു പൊടിയും ചേർക്കണമെന്ന് പറയുമ്പോൾ മറ്റൊരു കൂട്ടർ മുളക് പൊടി തന്നെ ചേർക്കണമെന്ന് പറയുന്നു. ഇത്തരത്തിൽ വിട്ടു നിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ആരുടെയും ലൈംഗിക പ്രശ്നങ്ങൾക്ക് മധ്യസ്ഥം പറയുന്നവരല്ല. ആർബിറ്റർ എന്നാണ് ഇംഗ്ലീഷ് വാക്കിലൊക്കെ. വി ഡു നോട്ട് വാണ്ട് ടു ബി ദ ആർബിറ്റർ ഓഫ് എനിവൺസ് സെക്സ് കണ്ടക്ട്. ആരുടെയും ഒരു ജഡ്ജായിട്ട് മാറേണ്ടതില്ല. അതല്ലെങ്കിൽ ഞങ്ങൾ മനുഷ്യരല്ല. ഇതിനായി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അടുത്ത് വായിക്കാവോ? ഞങ്ങളുടെ കഴിഞ്ഞകാല സ്വഭാവം ഞങ്ങൾ പുനഃപരിശോധിച്ചു. എവിടെയാണ് ഞങ്ങൾ സ്വാർത്ഥരും സത്യസന്ധയില്ലാത്തവരും പുറന്തള്ളപ്പെട്ടവരുമായത്? ആരൊക്കെയാണ് ഞങ്ങൾ മുറിവേൽപ്പിച്ചത്? ഞങ്ങൾ അന്യായമായ അസൂയയും സംശയവും പുരുഷ സ്വഭാവമുള്ളവരുമായില്ലേ? ഞങ്ങൾക്ക് എവിടെയാണ് തെറ്റുപറ്റിയത്? മറിച്ച് എന്ത് ചെയ്യാനാകുമായിരുന്നു? ഞങ്ങൾ ഇതെല്ലാം കടലാസിൽ പകർത്തി പരിശോധിച്ചു.
ഈ വിധം ഉദാത്തമായ ഒരു തെളിഞ്ഞ കുടുംബജീവിതത്തിന് രൂപം നൽകാൻ ഞങ്ങൾ ശ്രമിച്ചു. എല്ലാ ബന്ധങ്ങളെയും ഞങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി. ഇത് സ്വാർത്ഥപരമായിരുന്നു. മാതൃകാപരമായ ഒരു കുടുംബജീവിതം രൂപപ്പെടാനും അതിൽ ജീവിക്കാനും ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിച്ചു. സെക്സ് ദൈവം തന്നതാണെന്നും അതുകൊണ്ട് അത് നല്ലതാണെന്നും ഞങ്ങൾ എപ്പോഴും ഓർക്കുന്നു. അത് ലാഘവത്തിലെടുക്കാനുള്ളതോ സ്വാർത്ഥപരമോ അല്ല. അവജ്ഞതയോടെ ആർത്തിയോടെയോ കാണേണ്ടതുമല്ല. ഓക്കെ. അപ്പം ഈ നമ്മൾ ആരുടെയും സെക്സിന്റെ ജഡ്ജ് ആകുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം നമ്മള് നമ്മുടെ ലൈംഗിക പ്രശ്നത്തിലേക്ക് പോവുകയാണ്. അതിനകത്ത് അടുത്തത് വി റിവ്യൂഡ് അവർ ഓൺ കണ്ടക്ട് ഓവർ ദ ഇയർ പാസ്റ്റ്. ഞങ്ങളുടെ കഴിഞ്ഞ കാലത്തെ പരിശോധിച്ചു. വേർ ഹാഡ് ബീൻ സെൽഫിഷ്, ഡിസോണസ്റ്റ് ഓർ ഇൻകൺസിഡറേറ്റ്. അത് കോളം 2 ആണ്. രണ്ടാമത്തെ കോളത്തിലേക്ക് നമ്മൾ വേർ ഹാഡ് വി ബീൻ സെൽഫിഷ്, ഡിസോണസ്റ്റ് ഓർ ഇൻകൺസിഡറേറ്റ്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ വരും? സെൽഫിഷ് വരും. അവിടെ പറഞ്ഞിട്ടുണ്ട് സെൽഫിഷ്, സ്വാർത്ഥത. എന്താണ് സ്വാർത്ഥത? ആരെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ആണായിട്ടും പെണ്ണായിട്ടും നമ്മൾ കണ്ടുമുട്ടുകയും അവരെ നമ്മുടെ ലൈംഗികപരമായ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അത് ഉപയോഗിക്കുന്നതിൽ ഒരു പ്രശ്നമല്ലാതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടോ? നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സെക്സ് ഉപയോഗിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അത് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ സെൽഫിഷിന്റെ പട്ടികയിൽ വരുന്നുണ്ട്. അടുത്തത് അവർ പറയുന്നത് ഡിസ്ഹോണസ്റ്റ് എന്നാണ്, സത്യസന്ധതയില്ലായ്മ. അതായത് ലീഡിങ് സമ്മൺ ഓൺ സേയിങ് ഐ കെയർ ഓർ ഹിം, ഞാൻ അവളെ നോക്കിക്കോളാം അല്ലെങ്കിൽ ഞാൻ നിന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് നടക്കുക. അതുപോലെ തന്നെ നോട്ട് അഡ്മിറ്റിംഗ് മൈ സെക്ഷൽ ഓറിയന്റേഷൻ, അല്ലെങ്കിൽ ഗ്രാൻഡിയോസിറ്റി ആയിട്ട് ഉപയോഗിക്കുക. അതായത് തണ്ട് കാണിക്കുക, അല്ലെങ്കിൽ ഞാൻ വലിയവനാണെന്ന് കാണിച്ചുകൊണ്ട് ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള ഡിസോണസ്റ്റ് ഉണ്ട്. പിന്നെ ഇൻകൺസിഡറേറ്റ്, ആരെയും പരിഗണിക്കാതെ നമ്മൾ ഉപയോഗിക്കുക. ഇതെല്ലാം കൂടിയാണ് നമ്മൾ സ്റ്റെപ്പ് 2 കോളം 2 വരുന്നത്. അടുത്തത് ഡിഡ് വി അൺജസ്റ്റിഫൈബിൾ അറൗസ് ജലസി, സസ്പീഷൻ ഓർ ബിറ്റർനെസ്. അതായത് കോളം നമ്പർ 3 ജലസി, അതായത് പറ്റിക്കുക, ഉദ്ദേശ കാര്യങ്ങൾ സാധിച്ചെടുക്കുക. നമ്മളിങ്ങനെ കൊഞ്ചിക്കൊഴഞ്ഞും പ്രേമങ്ങളൊക്കെ അഭിനയിച്ചും ഒക്കെ അവരെ നമ്മൾ വരിയിലാക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ജലസിയുടെ കീഴിൽ വരിക. സസ്പീഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഫാമിലിനെയോ ഫ്രണ്ട്സിനെയോ കോവർക്കേഴ്സിനെയൊക്കെ പറ്റിച്ചുകൊണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്യാം. അങ്ങനെ അത് കുറെ നമ്മുടെ സ്പോൺസറുടെ സഹായത്താൽ നമുക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ക്ലിയർ ആവും. അപ്പോൾ കോളം 4 എന്ന് പറഞ്ഞാൽ വേർ വാസ് ഐ ആം അറ്റ് ഫോൾട്ട്. എനിക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത്? നമ്മൾ സെൽഫിഷ് ആയിരുന്നോ, സെൽഫ് സീക്കിംഗ് ആയിരുന്നോ, ഡിസ്ഹോണസ്റ്റ് ആയിരുന്നോ എന്നുള്ളതാണ്. ഈ കോളം 5 പലപ്പോഴും അതൊരു ഓപ്ഷണൽ ആയിട്ടാണ് പറയുന്നത്. 4 കോളമാണ് സാധാരണ ഉള്ളൂ. ഈ കോളം 5 ഇപ്പോൾ സാധാരണ അവർ ഉപയോഗിക്കുന്നത് വാട്ട് ഷുഡ് ഐ ഹാവ് ഡൺ ഇൻസ്റ്റഡ്, ഇതെങ്ങനെ എനിക്ക് ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാമായിരുന്നു. അപ്പോൾ നോട്ട് യൂസ്ഡ് ദ പേഴ്സൺ, അപ്പൊ ആ വ്യക്തിയെ പറ്റിക്കാതെ നമുക്ക് വെറുതെ വിടാമായിരുന്നു, അവളെ ബഹുമാനിക്കാമായിരുന്നു, അവളുമായിട്ട് നല്ലൊരു കൂട്ടുകാരനായിട്ട് മാറാമായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ കോളത്തിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 1, 2, 3 എന്ന് പറയുന്നത് അവർ നമ്മളോട് ചെയ്തു എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നോക്കാനാണ്. പക്ഷെ ഈ 1, 2, 3-നേക്കാളും പ്രസക്തി എന്ന് വെച്ചാൽ 4-മത്തെ 5-മത്തെ കോളിലാണ്. ഞാൻ എന്താണ് തെറ്റ് ചെയ്തത് എന്ന് കണ്ടെത്തുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഇത് നയിക്കുന്നത്. അപ്പൊ ആ പാരഗ്രാഫ് മുഴുവൻ ആ കോളം തയ്യാറാക്കുന്നതിനെ പറ്റിയാണ്. അടുത്ത് വായിക്കാമോ? ഞങ്ങളുടെ ജീവിത ദർശനം എങ്ങനെ രൂപപ്പെടുന്നുവോ അതിലേക്ക് ഞങ്ങൾ വളരേണ്ടതുണ്ട്. ഞങ്ങളുടെ തെറ്റുകൾക്ക് ഞങ്ങൾ പരിഹാരം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളാകാതെ നോക്കുകയും വേണം. ചുരുക്കത്തിൽ, മറ്റേതൊരു പ്രശ്നവും പോലെ സെക്സും ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഓരോ പ്രശ്നത്തിലും എന്താണ് വേണ്ടതെന്ന് ഞങ്ങൾ ദൈവത്തോട് ധ്യാനിക്കുന്നു. ശരിയായ ഉത്തരം കിട്ടും, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ.
നമ്മുടെ ലൈംഗിക പ്രശ്നങ്ങളെ വിധിക്കാൻ ദൈവത്തിനേ കഴിയൂ. മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നത് നല്ലതാണ്, പക്ഷേ അന്തിമവിധി ദൈവത്തിൽ നിന്ന് വരണം. ഒരു കാര്യം നാം മനസ്സിലാക്കണം: ചിലർ സെക്സിന്റെ കാര്യത്തിൽ ഭ്രമിക്കുന്നവരോ മറ്റു ചിലർ യാതൊരു വ്യത്യസ്തതയുമില്ലാത്തവരോ ആണ്. വികാരപരമായ ചിന്തയും ഉപദേശങ്ങളും ഞങ്ങൾ ഒഴിവാക്കുന്നു. ഒരുപക്ഷെ നാം സ്വീകരിച്ച മാതൃകാ ജീവിതത്തിൽ നിന്നും നാം വഴുതിപ്പോകുന്നു എന്ന് കരുതുക. ഇതിന്റെ അർത്ഥം നാം കുടിക്കുമെന്നാണോ? ചിലർ അങ്ങനെ പറഞ്ഞേക്കാം. ഇത് അർത്ഥസത്യം മാത്രം. ഇത് നമ്മുടെ ഉദ്ദേശത്തെയും നമ്മളെയും ആശ്രയിച്ചിരിക്കുന്നു. നാം പശ്ചാത്തപിക്കുകയും നന്മയ്ക്കായി ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്താൽ നാം ക്ഷമിക്കപ്പെടുമെന്ന് ഒരു പാഠം പഠിക്കുമെന്നും കരുതാം. അല്ലാത്തപക്ഷം നാം മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് തുടർന്നാൽ തീർച്ചയായും കുടിക്കുക തന്നെ ചെയ്യും. ഞങ്ങളിത് സമർത്ഥിക്കുകയല്ല, മറിച്ച് അനുഭവത്തിൽ നിന്ന് പഠിച്ച വസ്തുതകളാണ്. സെക്സിന്റെ കാര്യം സെക്സിന്റെ കാര്യം സംഗ്രഹിക്കാം. യഥാർത്ഥ മാതൃകക്കായി, നേർവഴിക്കായി, നൈർമല്യത്തിനായി, ശരിയായ കാര്യം ചെയ്യാനുള്ള ധൈര്യത്തിനായി പ്രാർത്ഥിക്കാം. സെക്സ് പ്രശ്നമാകുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനായി ഞങ്ങൾ കഠിന പ്രയത്നം ചെയ്യുന്നു. ഞങ്ങൾ അവരെ സഹായിക്കുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് ഞങ്ങളെ ഞങ്ങളിൽ നിന്ന് മുക്തരാക്കുന്നു. കീഴടങ്ങുന്നത് ഹൃദയവേദനയാകുമ്പോൾ ഗർഭിഷ്ഠമായ ആസക്തി എന്നത് തണുപ്പിക്കുന്നു. ഞങ്ങൾ വ്യക്തിപരമായ വിലയിരുത്തൽ നടത്തിക്കഴിഞ്ഞു. ഒരുപാട് ഞങ്ങൾ പകർത്തിയെഴുതി. ഞങ്ങളുടെ അമർഷങ്ങൾ ഞങ്ങൾ പട്ടികയാക്കി സൂക്ഷ്മ പരിശോധന നടത്തി. ഞങ്ങൾ അതിൻ്റെ നന്മതിന്മകൾ അപഗ്രഥിച്ചു. ഞങ്ങൾ അതിൻ്റെ ഭയാനകമായ വിനാശഭാവം കണ്ടു. ഞങ്ങൾ എല്ലാവരോടും സഹിഷ്ണുതയോടും ക്ഷമയോടും സന്മന സ്വഭാവത്തോടും സമീപിക്കുവാൻ പഠിച്ചു തുടങ്ങി. ഞങ്ങളുടെ ശത്രുക്കളോട് പോലും, കാരണം അവർ സുഖമില്ലാത്തവരാണ്. ഞങ്ങളുടെ സ്വഭാവം കൊണ്ട് ഉപദ്രവമുണ്ടായവരുടെ പട്ടിക തയ്യാറാക്കി കഴിയുമെങ്കിൽ കഴിഞ്ഞ കാലം പോലും തിരുത്താൻ ഞങ്ങൾ മനസ്സുള്ളവരായി. ഞങ്ങൾക്ക് സ്വയം കഴിയാതിരുന്നത് വിശ്വാസം കൊണ്ട് കഴിഞ്ഞു എന്ന് ഈ പുസ്തകത്തിൽ ആവർത്തിച്ച് നിങ്ങൾ വായിച്ചു കഴിഞ്ഞു. സ്വന്തം ഇച്ഛാശക്തി ദൈവത്തിനും നിങ്ങൾക്കുമിടയിൽ തടസ്സം നിന്നാലും ദൈവത്തിനത് മാറ്റാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു കാണും. നിങ്ങൾ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മൊത്തം വൈകല്യങ്ങളെക്കുറിച്ച് ആത്മപരിശോധന നടത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു നല്ല തുടക്കം നടത്തി കഴിഞ്ഞു. അത് അങ്ങനെയാണെങ്കിൽ നിങ്ങളെ സംബന്ധിക്കുന്ന സത്യത്തിന്റെ സിംഹഭാവം നിങ്ങൾ വിഴുങ്ങുകയും അത് ദഹിക്കുകയും ചെയ്തിരിക്കുന്നു. ഓക്കെ. അപ്പോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഒരു കടലാസിൽ ഇതെല്ലാം എഴുതി. അതായത് ഞങ്ങള് എവിടെയാണ് സ്വാർത്ഥരായത്, സത്യസന്ധത ഇല്ലാത്തവരായത്, ഞങ്ങൾ ആരെയെല്ലാം മുറിവേൽപ്പിച്ചു, അസൂയയും സംശയവും പരുഷഭാവവും ഉള്ളവരായി, ഇതൊക്കെ എവിടെയാണ് തെറ്റുപറ്റിയെന്നൊക്കെ കൃത്യമായി കടലാസിൽ എഴുതി. ഇതെന്തിനാണ് ഇത് ചെയ്തത്? ഇൻ ദിസ് വേ വി ട്രൈ ടു ഷേപ്പ് എ സെയിൻ ആൻഡ് സൗണ്ട് ഐഡിയൽ ഓഫ് അവർ ഫ്യൂച്ചർ സെക്സ് ലൈഫ്. അപ്പൊ നമ്മുടെ ഭാവിയിലെ ഒരു സെക്സ് ലൈഫിന് നല്ല ഒരു തെളിഞ്ഞ ഷേപ്പും സെയിനും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. വി സബ്ജക്റ്റഡ് ഈച്ച് റിലേഷൻ ടു ദിസ് ടെസ്റ്റ് വാസ് ഇറ്റ് സെൽഫിഷ് ഓർ നോട്ട്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും എന്താണ്, നമ്മൾ സ്വാർത്ഥപരമായിരുന്നോ മാതൃകാപരമായ ഒരു കുടുംബജീവിതം രൂപപ്പെടാനും അതിൽ ജീവിക്കാനും ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിച്ചു. വി ആസ്ക്ഡ് ഗോഡ് ടു മോൾഡ് അവർ ഐഡിയൽസ് ആൻഡ് ഹെൽപ്പ് us to live up to them. അതൊരു പ്രയർ ആണ് അല്ലെ? സെക്സിന്റെ ഒരു പ്രയർ ആണ്. അതായത് മാതൃകരമായ കുടുംബജീവിതം രൂപപ്പെടുത്താനും അതിൽ ജീവിക്കാനും ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിച്ചു. ദൈവത്തോട് അപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രയർ ആണ്. അപ്പൊ സെക്സ് ദൈവം തന്നതാണെന്നും അതുകൊണ്ട് അത് നല്ലതാണെന്നും ഞങ്ങൾ എപ്പോഴും ഓർക്കുന്നു. അത് ലാഘവത്തിലെടുക്കാനോ സ്വാർത്ഥപരമോ അല്ല, അവജ്ഞയോടെയോ ആർത്തിയോടെയോ കാണേണ്ടതില്ല. ഡെസ്പൈസ്ഡ് ആൻഡ് ലോത്തഡ് എന്നാണ്, അല്ലെ വെറുപ്പോട് കൂടിയോ അറപ്പോട് കൂടിയോ കാണേണ്ടതല്ല. അത് ദൈവം തന്നതാണെന്നും അത് അനേകം പേർക്ക് കിട്ടാത്ത ഒരു ദാനമാണെന്ന് എനിക്ക് കിട്ടിയതെന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ അടുത്തത് എന്താണ്? വാട്ട് എവർ ആൻ ഐഡിയൽ ടേൺസ് ഔട്ട് ടു ബി, വി മസ്റ്റ് ബി വില്ലിംഗ് ടു ഗ്രോ ടുവാർഡ്സ് ഇറ്റ്. ഞങ്ങളുടെ ജീവിത ദർശനം എങ്ങനെ രൂപപ്പെടുന്നുവോ അതിലേക്ക് ഞങ്ങൾ വളരേണ്ടതുണ്ട്. ഞങ്ങളുടെ തെറ്റുകൾക്ക് ഞങ്ങൾ പരിഹാരം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളാകാതെ നോക്കുകയും വേണം. ചുരുക്കത്തിൽ മറ്റേതൊരു പ്രശ്നവും പോലെ സെക്സും ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഓരോ പ്രശ്നത്തിൽ എന്താണ് വേണ്ടതെന്ന് ഞങ്ങൾ ദൈവത്തോട് ധ്യാനിക്കുന്നു. ശരിയായൊരു ഉത്തരം കിട്ടും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ. അപ്പോ അവിടെ രണ്ട് മസ്റ്റുകളുണ്ട്. അതായത് വാട്ട് എവർ അവർ ഐഡിയൽ ടേൺസ് ഔട്ട് ടു ബി, വി മസ്റ്റ് ബി വില്ലിംഗ് ടു ഗ്രോ ടുവാർഡ് ഇറ്റ്. വി മസ്റ്റ് ബി വില്ലിംഗ് ടു മേക്ക് അമെൻഡ്സ് വേർ വി ഹാവ് ഡൺ ഹാം. അപ്പോ നമ്മൾ
തെറ്റുകൾക്ക് പരിഹാരം ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ വഷളാകാൻ നോക്കണം. ചുരുക്കത്തിൽ മറ്റേതെങ്കിലും പ്രശ്നം സെക്സ് ഞങ്ങൾ കൈകാര്യം ചെയ്തു. അടുത്ത പാരഗ്രാഫില് നമ്മുടെ ലൈംഗിക പ്രശ്നങ്ങൾ വിധിക്കാൻ ദൈവത്തിന് കഴിയും. മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നത് നല്ലതാണ്. പക്ഷെ അന്തിമ വിധി ദൈവത്തിൽ നിന്ന് തന്നെ വരണം. നമുക്ക് പലപ്പോഴും നമ്മൾ ഏടെ മീറ്റിംഗിന്റെ ഉള്ളിലാണെങ്കിൽ പോലും നമ്മൾ ഇതിന് വലിയ അഭിപ്രായങ്ങൾ പറയാറില്ല. ആരെങ്കിലും സെക്സിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അഭിപ്രായങ്ങൾ പറയാറില്ല. പക്ഷെ അന്തിമ വിധി ദൈവത്തിൽ നിന്ന് വരണം. ഒരു കാര്യം നാം മനസ്സിലാക്കണം. ചിലർ സെക്സിന്റെ കാര്യത്തിൽ ഭ്രമിക്കുന്നവരും മറ്റു ചിലർ യാതൊരു വ്യവസ്ഥയും ഇല്ലാത്തവരാണ്. വികാരപരമായ ചിന്തയും ഉപദേശങ്ങളും ഞങ്ങൾ ഒഴിവാക്കുന്നു. അപ്പൊ ദൈവത്തിൽ നിന്നാണ് വരേണ്ടത്. അപ്പൊ നമ്മൾ വലിയ ഹിസ്റ്റോറിക്കൽ തിങ്കിങ്ങും അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള അഡ്വൈസും ഒന്നും സാധാരണ രീതിയിൽ കൊടുക്കാറില്ല. ഒരു പക്ഷേ അടുത്ത് പറയുന്ന ഒരു പക്ഷെ നാം സ്വീകരിച്ച മാതൃകാ ജീവിതത്തിൽ നിന്നും നാം വഴുതി പോവുക എന്ന് കരുതുക. ഇതിന്റെ അർത്ഥം നാം കുടിക്കുമെന്നാണോ? ചിലർ അങ്ങനെ പറഞ്ഞേക്കാം. ഇത് അർത്ഥ സത്യം മാത്രം. ഇത് നമ്മുടെ ഉദ്ദേശത്തെയും നമ്മളെയും ആശ്രയിച്ചിരിക്കുന്നു. നാം പശ്ചാത്തപിക്കുകയും നന്മയ്ക്കായി ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്താൽ നാം ക്ഷമിക്കപ്പെടുമെന്നും ഒരു പാഠം പഠിക്കുമെന്നും കരുതാം. അല്ലാത്ത പക്ഷം നാം മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് തുടർന്നാൽ തീർച്ചയായും കുടിക്കുക തന്നെ ചെയ്യും. ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും കുടിക്കുന്നത്? നമ്മൾ ദ്രോഹം തുടർന്നാൽ. ഞങ്ങളത് സമർത്ഥിക്കുകയല്ല, മറിച്ച് അനുഭവത്തിൽ നിന്ന് പഠിച്ച വസ്തുതയാണ്. അപ്പോ നമ്മള് ഒരു മാതൃകാ ജീവിതം അല്ലെങ്കിൽ ഒരു മാനർ ഓഫ് ലിവിങ് പുതിയ ജീവിത രീതിയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ വീണ്ടും പഴയ ജീവിത രീതി തന്നെ തുടരാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നാം മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് തുടർന്നാൽ തീർച്ചയായും കുടിക്കും എന്ന് തന്നെയാണ് പറയാ. അപ്പൊ സെക്സിന്റെ കാര്യം സംഗ്രഹിക്കുകയാണ്. അതായത് യഥാർത്ഥ മാതൃകയ്ക്കായി, നേർവഴിക്കായി, നൈർമല്യത്തിനായി, ശരിയായ കാര്യം ചെയ്യാനുള്ള ധൈര്യത്തിനായി പ്രാർത്ഥിക്കാം. സെക്സ് പ്രശ്നമാകുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനായി ഞങ്ങൾ കഠിന പ്രയത്നം ചെയ്യുന്നു. ഞങ്ങൾ അവരെ സഹായിക്കുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് ഞങ്ങളിൽ നിന്ന് വിമുക്തരാക്കുന്നു. കീഴടങ്ങുന്നത് ഹൃദയവേദനയാകുമ്പോൾ ഗർഭിഷ്ഠമായ ആസക്തി എന്നത് തണുപ്പിക്കുന്നു. അപ്പോ സെക്സ് ഒരു പ്രശ്നമായ ഒരു വ്യക്തിക്ക് അവരൊരു ഓപ്ഷൻ കൊടുക്കുവാണ്. നമ്മുടെ 100 പേര് നമ്മുടെ ബിഗ് ബുക്കില് എഴുതിയ 100 പേര്, അതായത് മറ്റുള്ളവരെ സഹായിക്കുക. To sum up about sex, we earnestly pray for the right ideal for guidance of each questionable situation, for sanity and for the strength to do the right thing. If sex is very troublesome, we throw ourselves the harder and helping others. മറ്റുള്ളവരെ സഹായിക്കുക. അങ്ങനെ മീ ടു വി, അതായത് എന്റെ സ്വാർത്ഥതയിൽ നിന്ന് ഞാൻ എന്നുള്ള എന്റെ ആ ചിന്തയിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഇറങ്ങി അതിൽ നിന്ന് മോചനം നേടാനായിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ് അവര് തരുന്നത്. ഇനി അവിടെ അവസാന ഭാഗത്ത് ഞങ്ങൾ വ്യക്തിപരമായ വിലയിരുത്തൽ നടത്തി കഴിഞ്ഞു. ഒരുപാട് ഞങ്ങൾ പകർത്തി എഴുതി. അപ്പൊ ഞങ്ങളുടെ അമർഷങ്ങൾ ഞങ്ങൾ പട്ടികയാക്കി സൂക്ഷ്മ പരിശോധന നടത്തി. അതായത് നമ്മൾ റിസർച്ച്മെന്റിന്റെ ലിസ്റ്റ് ഉണ്ടാക്കി. ഞങ്ങൾ അതിന്റെ നന്മ തിന്മകൾ അപഗ്രഥിച്ചു. ഞങ്ങൾ അതിന്റെ ഭയാനകമായ വിനാശഭാവം കണ്ടു. ഞങ്ങൾ എല്ലാവരുടെയും സഹിഷ്ണുതയും ക്ഷമയോടെയും സന്മനോദനം സമീപിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ശത്രുക്കളോട് പോലും, കാരണം അവർ സുഖമില്ലാത്തവരാണ്. ഞങ്ങളുടെ സ്വഭാവം കൊണ്ട് ഉപദ്രവം ഉണ്ടാക്കിയിട്ട് പട്ടിക തയ്യാറാക്കി. കഴിയുമെങ്കിൽ കഴിഞ്ഞ കാലം പോലും തിരുത്താൻ ഞങ്ങൾ തയ്യാറായി. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഹാംസ്, അതായത് മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടുള്ളവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അത് നമ്മൾ ഈ പറയുന്ന പോലെ അപ്പൊ ഹാമിന്റെ ലിസ്റ്റ് 5 കോളമായിട്ട് വരാറുണ്ട്. അതിനകത്ത് ഹൂ ഡിഡ് ഐ ഹർട്ട്, ഞാൻ ആരെയാണ് ഉപദ്രവിച്ചത്, പേജ് നമ്പർ 16 പറയുന്നുണ്ട്. അതിനകത്ത് നമ്മൾ പേരെഴുതുന്നു. വാട്ട് ഡിഡ് ഐ ഡു, ഞാൻ എന്താണ് ചെയ്തത്. അഫക്ട് മൈ, എന്നെ എങ്ങനെയാണ് ബാധിച്ചത്. സെൽഫ് എസ്റ്റീം, പേഴ്സണൽ റിലേഷൻഷിപ്പ്, എൻ്റെ റിലേഷൻഷിപ്പ്, സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തികവും വൈകാരികവുമായിട്ടുള്ള കാര്യങ്ങൾ, പോക്കറ്റ് ബുക്ക്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ്, അത് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അംബിഷൻസ്, എൻ്റെ ഉയർച്ചയെ തകർക്കുമോ എന്നുള്ള രീതിയിൽ. വാട്ട് ഡിഡ് ഐ ഡു, 4ാമത്തെ കോളം. 5ാമത്തെ കോളം, വേർ ഡിഡ് ഹാഡ് ഐ ബീൻ, ഞാൻ എങ്ങനെയാണ് ഉപദ്രവിച്ചതെന്ന്. അപ്പൊ ഈ ഉപദ്രവിക്കുന്നവരുടെ ലിസ്റ്റ് 5 കോളായിട്ട് എഴുതാറുണ്ട്. അപ്പൊ നമുക്ക് ഈ ഇൻട്രോ ആക്ഷന് അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അതിന്റെ ഒരു റിവ്യൂയിലേക്ക് പോകാം. അതായത് എന്താണ് റിസെന്റ്മെന്റ് ലിസ്റ്റ് എന്ന് നമ്മൾ ആദ്യം കണ്ടതാണ്. കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ സംസാരിച്ചാണെങ്കിലും നമുക്കൊരു റിവ്യൂയിലേക്ക് പോകാം. അതായത് ആദ്യത്തെ കോളത്തിൽ എന്താണ് വരുന്നത്? പീപ്പിൾ, പ്ലേസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ആളുകള്, വ്യക്തികള്, തത്വങ്ങള്. അതെങ്ങനെ? നമ്മളൊരു ബുക്ക് പേജ് എടുക്കുന്നു. ആ പേജില്
ഒരു 3 കോളമാണ് ആദ്യം വരയ്ക്കേണ്ടത്. ആ 3 കോളത്തില് ആദ്യത്തെ കോളത്തില് നമ്മൾ 1, 2, 3, 4 എന്ന രീതിയില് നമ്മൾ ഓർക്കുന്ന ആഹ് ആളുകളുടെ പേരുകള്, സ്ഥാപനങ്ങളുടെ പേരുകള്, നമ്മുടെ തത്വങ്ങളുടെ ഇത് അവിടെ എഴുതി വെക്കുന്നു. അത് നമുക്ക് പോപ്പപ്പ് ചെയ്യുന്ന ആളുകളുടെ പേരൊക്കെ അവിടെ എഴുതി വെക്കണം. അവിടെ ഒരു ജഡ്ജ്മെന്റിന് നമ്മൾ തയ്യാറാകുന്നില്ല. അങ്ങനെ ഒരു ജഡ്ജ്മെന്റിനോ അതല്ലെങ്കിൽ പിന്നീട് എഴുതാമെന്നൊന്നും ചിന്തിക്കാതെ തന്നെ അത് എഴുതി വെക്കുന്നു. അത് ഓരോന്നിനും നമ്പർ ഇട്ട് വെക്കുന്നു. അവിടെ നമ്മള് എന്തുകൊണ്ട് നമുക്ക് നീരസം ഉണ്ടായെന്നൊന്നും നമ്മൾ അപ്പൊ എഴുതുന്നില്ല. നമ്മൾ പേര് മാത്രമേ എഴുതുന്നുള്ളൂ. അടുത്ത കോളത്തില്, രണ്ടാമത്തെ കോളത്തില് വി ആസ്ക്ഡ് അവർസെൽവ്സ് വൈ വി വെയർ ആംഗ്രി. എന്തുകൊണ്ടാണ് നമ്മള് ആംഗ്രി ആയതെന്ന്, ദേഷ്യം വന്നതെന്ന്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കാം. അപ്പൊ എന്റെ ഈ ചെറുപ്പത്തില് ഒരു ജ്യോതിഷൻ, അദ്ദേഹം എന്റെ ഫാദർ ഇപ്പൊ ഇച്ചിരി കള്ളു കുടിക്കുന്ന ഒരാളാണ്. ഫാദറിനോട് ഒരു ദിവസം ഇങ്ങനെ ടൗണിൽ വെച്ചിട്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ മകൻ നിങ്ങളുടെ പൊക്കം എത്തുമ്പോഴത്തേക്കും നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ട ഫാദർ കുറെ കാലം ഇത് എന്നോട് എപ്പോഴും കുടിച്ചിട്ടൊക്കെ വരുമ്പോ പറയുമായിരുന്നു. അപ്പൊ ചെറുപ്പത്തിലൊക്കെ അത് കുഴപ്പമില്ലെങ്കിലും പിന്നീട് വലുതായി കഴിഞ്ഞപ്പോ അത് നമ്മളെ ഹെർട്ട് ചെയ്യാൻ തുടങ്ങി. അത് റീഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പൊ വീണ്ടും വീണ്ടും അതിനെ പറ്റി പറയും. അപ്പൊ അയാൾ ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നമുക്ക് ആ പേരും അറിയത്തില്ല. അപ്പൊ നമ്മൾ എന്താ എഴുതണ്ടേ? ആ ജ്യോതിഷിന്നോ എന്തെങ്കിലും ഒരു പേര് എഴുതി വെച്ചിട്ട് ആദ്യത്തെ കോളത്തിൽ ജ്യോതിഷി, രണ്ടാമത്തെ കോളത്തില് എന്തുകൊണ്ടാണ് എനിക്ക് ആഗ്രഹം വരുന്നത്? കാരണം ഞാൻ അപ്പനെ കൊല്ലുന്നവനാണ് എന്ന് അദ്ദേഹം പറഞ്ഞതാണല്ലോ എന്റെ കാരണം. അപ്പൊ കോളം 2 അങ്ങനെ എഴുതി. അപ്പൊ ഈ കോളം 2 നമ്മൾ ഒരുപാട് വിശദീകരിച്ച് എഴുതേണ്ട കാര്യം. കാരണം വിശദീകരിച്ച് എഴുതുമ്പോൾ എന്നാ കുഴപ്പമെന്ന് വെച്ചാല് നമ്മൾ അവരെ പറ്റി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കും. അത് നമ്മളെ കൂടുതൽ വൈകാരികമായ ഒരു അവസ്ഥയിലേക്ക് കടത്തിക്കൊണ്ടുപോകും. അപ്പൊ ബുള്ളറ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറഞ്ഞത്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം അവിടെ എഴുതി വെക്കുക. കോളം 3 എന്താണ്? വി വെയർ ഹർട്ട് ഓർ തട്ടൺ. എങ്ങനെയാണ് നമ്മുടെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റിനെ അത് ബാധിച്ചത്? എന്റെ ഉയർന്ന പദവിയിലെത്താവുന്ന എന്റെ ആഗ്രഹത്തെ അത് എന്തെങ്കിലും മാറ്റിയോ? എന്റെ അഭിലാഷത്തെ എന്തെങ്കിലും ബാധിച്ചോ? അല്ലെങ്കിൽ എന്റെ സ്ഥാനലബ്ധിക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ എന്നുള്ളതാണ് മൂന്നാമത്തെ കോളം. അത് അംബീഷൻ എന്ന് പറയുന്നത് അതാണ്. പേഴ്സണൽ റിലേഷൻഷിപ്പ്, വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിനെ അത് ബാധിച്ചോ? പ്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഹങ്കാരത്തിന്, ആത്മാഭിമാനം, അഹംഭാവം, പെരുമ, പൊങ്ങച്ചം, അതുകൊണ്ടാണോ അങ്ങനെ എനിക്ക് റിസെന്റ്മെന്റ് വന്നതെന്ന്. സെക്യൂരിറ്റി, എന്റെ സാമ്പത്തിക സുരക്ഷിതത്വം, ഫിനാൻഷ്യൽ, ഫിസിക്കൽ, ശാരീരിക സുരക്ഷിതത്വം. ഇമോഷണൽ എന്ന് പറഞ്ഞാല് നമ്മുടെ വൈകാരികമായ സുരക്ഷിതത്വം. അതിനെ ബാധിച്ചോ? അപ്പൊ അംബീഷൻ 1, പേഴ്സണൽ റിലേഷൻഷിപ്പ് 2, പ്രൈഡ് 3, സെക്യൂരിറ്റി 4. അഞ്ചാമത് എന്താണ്? സെക്യൂരിറ്റിയുടെ കീഴിൽ വരുന്നതാണ് 3 വൈകാരികം, ശാരീരികം, സാമ്പത്തികം. അഞ്ചാമത്തെ എന്താണ്? സെൽഫ് എസ്റ്റീം, അതായത് ആത്മാഭിമാനം, അതിനെ ബാധിച്ചോ? പിന്നെ 6 സെക്സ് റിലേഷൻഷിപ്പ്, അതായത് എന്റെ സെക്സ് റിലേഷൻഷിപ്പിനെ ബാധിച്ചോ? ഇപ്പൊ നമ്മൾ പ്രോപ്പർ സെക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒന്നില്ലെങ്കിൽ റീപ്രൊഡക്ഷന് വേണ്ടി, അല്ലെങ്കിൽ മ്യൂച്വൽ എഗ്രിമെന്റിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് പ്രോപ്പർ സെക്സ് എന്ന് സാധാരണ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ 1, 2, 3 കോളം. ഒരു കോളം കഴിയുമ്പോൾ അടുത്ത കോളം എഴുതി കഴിയുമ്പോൾ മൂന്നാമത്തെ കോളം. അപ്പൊ ഈ 3 കോളം കഴിയുമ്പോൾ നമ്മൾ ഇതുവരെ നമ്മൾ എന്താണ് ചിന്തിച്ചത്? മറ്റൊരാൾ എന്നോട് ചെയ്ത തെറ്റാണ്. അപ്പൊ 4-മത്തെ കോളത്തില് എന്താണ്? മൈ പാർട്ട് എന്ന് വെച്ചാല് അതൊരു സത്യം കണ്ടെത്താണ്. ഇപ്പൊ പറഞ്ഞ ജ്യോതിഷിയുടെ കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും പാർട്ടുണ്ടോ? ഇല്ല. എനിക്ക് അവിടെ എഴുതി വെക്കാം, നോ എന്ന് എഴുതി വെക്കാം. എനിക്ക് പാർട്ടില്ല. എന്നാൽ ചില കാര്യങ്ങളൊക്കെ പാർട്ട് ഉണ്ടെങ്കിൽ പാർട്ട് എഴുതി വെക്കാം. ഇവിടെ വെച്ചിട്ട് നമ്മളൊരു തീരുമാനം എടുക്കുകയാണ്. നമുക്കൊരു ജീവിതത്തിലേക്ക് നല്ലൊരു ജീവിതം നയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റുകള്, കുറ്റങ്ങള്, കുറവുകള് ഇവിടെ പലരും സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടാണോ, അത് സ്വാർത്ഥപരമായിട്ടാണോ, സ്വാർത്ഥ ബുദ്ധിപരമായിട്ടാണോ ഞാൻ ചെയ്തത്, അല്ലെങ്കിൽ തൻകാര്യാന്വേഷകനായിട്ടാണോ കാര്യങ്ങൾ ചെയ്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമുക്ക് ആ പേജിൽ 4-മത്തെ കോളത്തിൽ അത് എഴുതാം. ഡിസ്ഹോണസ്റ്റ് ആയിട്ടാണോ, ഫ്രൈറ്റൻഡ് എന്ന് വെച്ചാല് ഭയപ്പെട്ടതുകൊണ്ട്, സെൽഫിഷ് സ്വാർത്ഥനായിട്ടാണോ ചെയ്തത്, സെൽഫ് സീക്കിംഗ് സ്വാർത്ഥപരനായ അല്ലെങ്കിൽ തൻകാര്യാന്വേഷകനായിട്ടുള്ള രീതിയിലാണ് ചെയ്തത്. അങ്ങനെയുള്ള അറ്റ് ഫാൾട്ട്, എന്താണ് എന്റെ കുറ്റം, അത് അല്ലെങ്കിൽ എന്റെ അപരാധം എന്താണ്, എന്റെ അബദ്ധം എന്താണ്, എന്റെ അപൂർണത എന്താണ് എന്നൊക്കെ അവിടെ
എഴുതി ആ 4-മത്തെ കോളം പൂർത്തിയാക്കണം. അപ്പൊ 3 കോളങ്ങള് 4-മത്തെ കോളത്തിലെത്തുമ്പോൾ നിഷ്പ്രഭമാവുകയാണ്. പക്ഷെ നമ്മളത് കീറിക്കളയുന്നില്ല. പക്ഷെ ആദ്യത്തെ 3 കോളം നമുക്ക് വീണ്ടും നമ്മുടെ അടുത്ത സ്റ്റെപ്പുകള് പറയാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അതുകൊണ്ട് നമ്മളത് കീറിക്കളയാതെ ഇരിക്കുന്നു. അപ്പം അടുത്തത് ഫിയർ ആണ്. ഫിയർ എന്താണ് ഭയം? അത് നമ്മളെ ദൈവത്തിന്റെ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റീനെ ബന്ധപ്പെടുത്തുന്നതില് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി ആയിട്ടുള്ള ബന്ധത്തിനെ നശിപ്പിക്കുന്ന ഒരു കണ്ണിയാണ്. കാരണം പല ഭയങ്ങളും ഫാബ്രിക്കബിൾ ആണ്. അതായത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല പല കാര്യങ്ങളും. ഞാൻ എനിക്ക് വയസ്സ് 49ആയി. ഞാൻ പല കാര്യങ്ങളും ഭയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഭയപ്പെട്ടതുപോലെ തന്നെ പലതും സംഭവിച്ചിട്ടില്ല. പലതൊന്നുമല്ല, 100 കാര്യങ്ങളിൽ 99 അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പൊ എന്താണ് അപ്പൊ അത് നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു ഫാബ്രിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കൃത്രിമമായിട്ട് നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഫിയർ ഇൻവെന്ററി എടുക്കുന്നത്. ഈ ഫിയർ ഇൻവെന്ററി എടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ നമുക്ക് 3-ാം പടിയിൽ പറയുന്ന നമ്മുടെ ഗോഡിനെ അല്ലെങ്കിൽ ഹയർ പവറിനെ നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് കൂടുതൽ പ്രവേശിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പൊ ഫിയറിന്റെ കോളം 2 കോളം ഉള്ളൂ. എന്താണ് നമ്മുടെ ഫിയർ, എന്തുകൊണ്ടാണ് ഫിയർ? ഇങ്ങനെ 2 കോളത്തിലാണ് നമ്മൾ എഴുതുക. അപ്പൊ അവിടെ ഒരു പ്രയർ നമ്മൾ ചെല്ലുന്നുണ്ട്. ദൈവമേ, എന്റെ ഫിയറിനെ മാറ്റി തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രയർ നമ്മൾ ചെല്ലുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചാണ്. സെക്സ് ഹിസ്റ്ററി. അടുത്ത സെക്സ് ഹിസ്റ്ററി എന്താണ്? നമുക്ക് ഇതുപോലെ തന്നെ 5 കോളത്തിലേക്കായിട്ടാണ് സെക്സ് ഹിസ്റ്ററി എടുക്കുന്നത്. നമുക്ക് നമ്മൾ ആദ്യത്തെ കോളത്തിൽ എന്താണ്, നമ്മൾ ആളുകളുടെ പേര് എഴുതുകയാണ്. നമ്മൾ ആരെയാണോ ഉപദ്രവിച്ചിട്ടുള്ളത് അവരുടെ പേരെഴുതും. രണ്ടാമത്തെ കോളത്തില് നമ്മള് നമുക്ക് നമ്മുടെ എന്താണ് നമുക്ക് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് അവരെ സെൽഫിഷ് ആയിട്ടാണോ, ഡിസ്ഹോണസ്റ്റ് ആയിട്ടാണോ, സെൽഫ് സീക്കിംഗ് ആയിട്ടാണോ, ഫ്രൈറ്റൻഡ് ആയിട്ടാണോ ഉപദ്രവിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. 3-ാമത്തെ കോളിൽ നമ്മുടെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റും 4-മത്തെ കോളം എത്തുമ്പോൾ നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റെന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മളത് ചെയ്യുക. പിന്നെ അടുത്തത് ഹാം ലിസ്റ്റ്. നമ്മൾ ഉപദ്രവിച്ചിട്ടുള്ള ആളുകളുടെ, അതായത് ചില ആളുകളുടെ നിന്ന് ഇപ്പൊ എന്റെ സിസ്റ്ററുടെ കയ്യിൽ നിന്ന് മോതിരം മോഷ്ടിച്ചപ്പോ ഞാൻ മോഷ്ടിച്ച് പണയം വെച്ച് കള്ളുപിടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വയലന്റ് ആയപ്പോ പലരും ഇടിച്ചിട്ടുണ്ട്, കുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് കഴിഞ്ഞ 3 ഇൻവെന്ററിയിലും എടുക്കാത്ത പല കാര്യങ്ങളുണ്ട്. ചില വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് ചെയ്യാത്തതുണ്ട്. നമ്മൾ പല പൈസകളും തിരിച്ചു കൊടുക്കാനുണ്ട്. പലരെ പറ്റിയും കുറ്റങ്ങളും കുറവുകളും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്പോസിനെയോ പാർട്ണറെയൊക്കെ നമ്മൾ ചീറ്റ് ചെയ്തിട്ടുണ്ടാകാം, നുണ പറഞ്ഞിട്ടുണ്ടാകാം, ബിസിനസ്സുകാരെ പറ്റിച്ചിട്ടുണ്ടാകാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടാണ് നമ്മൾ ഹാം ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരെ സ്റ്റെപ്പ് 5ലേക്ക് പോവുകയാണ്. അപ്പോ സാധാരണ രീതിയിൽ ഒരു സ്പോൺസറുടെ സഹായത്താലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അതായിരിക്കും കൂടുതൽ അഭികാമ്യം. കാരണം ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുകളയാൻ സാധ്യതയുണ്ട്. ഹാം ലിസ്റ്റിൽ ചിലര് ഈ ഉടനെ തന്നെ അമൻസിൽ ഏർപ്പെടാത്ത 3 കാര്യങ്ങൾ പറയാനുണ്ട്. ഉടനെ തന്നെ ചെയ്യാൻ ഞാൻ സന്നദ്ധനാണോ, വില്ലിങ് അല്ലെങ്കിൽ മൈറ്റ് ബി വില്ലിങ്, ചിലപ്പോൾ സന്നദ്ധനാണ്, ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന്. അങ്ങനെ 3 ലിസ്റ്റ് തയ്യാറാക്കാറുണ്ട് ചില സ്പോൺസർമാർ. ഇപ്പൊ നമുക്ക് അവരുടെയൊക്കെ പേര് കേൾക്കാം. എന്തുകൊണ്ടാണ് ഞാൻ അവരെ കാണാൻ ഉടനെ, ചിലപ്പോൾ നമ്മൾ ഓൾറെഡി അമൻസ് ചെയ്തിട്ടുണ്ടാവും. വർഷങ്ങളൊക്കെ കഴിഞ്ഞവരൊക്കെ ഓൾറെഡി അമൻസ് ചെയ്ത് കഴിഞ്ഞവർ വീണ്ടും അത് അമൻസ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ആ സംഭവത്തിനെ കുറിച്ച് ഒരു പ്രശ്നം ഉണ്ടായി, അപ്പൊ തന്നെ നമ്മൾ അമൻസ് ചെയ്യാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും പോയി അത് അമൻസ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലാണ്. ഇപ്പോ എന്താണ് ഡിഫക്ട്സ്? ഡിഫക്ട്സ് എന്ന് പറഞ്ഞത് സിംറ്റം ആണ്. ഡിഫക്ട്സ് ആർ എ സിംറ്റം ഓഫ് ആൽക്കഹോളിസം. മദ്യാസക്തിയുടെ സിംറ്റം ആണ് ആൽക്കഹോളിസം. അപ്പോ ഈ നമുക്ക് ഒരുപാട് ഡിഫക്ട്സുകളെ പറ്റി അറിയാം. മറ്റുള്ളവരെ വിമർശിക്കുക, സത്യസന്ധത ഇല്ലാതെ പെരുമാറുക, അസൂയ, കുശുമ്പ്, ഭയം, വെറുപ്പ്, ക്ഷമയില്ലായ്മ, സഹനയില്ലായ്മ, മടി, കുറ്റം പറയുക, നീരസം വെച്ച് പുലർത്തുക, സ്വയം നീതീകരിക്കുക,
അങ്ങനെയുള്ള ഒരുപാട് ഡിഫക്ട്സുകളുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിക്കഴിയുന്ന ഒരാൾ ഈ ഡിഫക്ട്സുകളെല്ലാം ഒരു അസറ്റുകളാക്കി മാറ്റും. അയാള് ആക്റ്റീവായിട്ട് ഉപജീവനമാർഗം നോക്കും, പ്രവർത്തന ശക്തിയിലുണ്ടാവും, ചുറുചുറുക്കോടുകൂടി പെരുമാറും, നല്ല പ്രസന്നവദനനായിരിക്കും, വിശ്വാസത്തോടും മറ്റുള്ളവർക്ക് മാപ്പ് നൽകിയും വളരെ ഔദാര്യത്തോടും ദാനശീലതയോടും ഒക്കെ പ്രവർത്തിക്കുന്നവനാകും. മറ്റുള്ളവർക്ക് സഹായകരമായി ജീവിക്കും, സത്യസന്ധനായി ജീവിക്കും, എളിമയുണ്ടാകും, സ്നേഹമുണ്ടാവും, താഴ്മയുണ്ടാകും, വ്യക്തമായ ചിന്തകളുണ്ടാവും, ചുറുചുറുക്കായിട്ടുള്ള പ്രവൃത്തികളും ഉണ്ടാവും, ലാളിത്യമുണ്ടാകും, പ്രതീക്ഷയോടുകൂടി ജീവിക്കും, നിസ്വാർത്ഥതയോടുകൂടി ജീവിക്കും. അപ്പൊ ഒരാളെ ഈ ഡിഫക്ട്സിൽ നിന്ന് അസറ്റിൽ എത്തിക്കുവാനാണ് സാധാരണ രീതിയിൽ ഈ 4-ാം പടി നമ്മൾ എടുക്കുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട പടിയാണ് 4-ാം പടി. ഇതൊരു സ്റ്റെപ്പ് സ്റ്റഡി ക്ലാസ് അല്ല, അല്ലെങ്കിൽ സ്റ്റെപ്പ് സ്റ്റഡി വർക്ക്ഷോപ്പ് അല്ല എങ്കിൽ പോലും നമ്മൾ ഈ പറയുന്ന കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി നിന്നാല് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ സ്പോൺസർമാരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ എളുപ്പം വരും. നമുക്കറിയാം ഇതൊരു സ്ലോ പ്രോസസ്സാണ്, ഓവർനൈറ്റ് ചെയ്ത് തീർക്കേണ്ട കാര്യമല്ല എന്നൊക്കെ അറിയാമെങ്കിലും ചെയ്തു തുടങ്ങുക. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരാളുടെ പേരെങ്കിലും എഴുതുക, ഒരാളുടെ ചുമ്മാ ഒരു ബുക്ക് എടുക്കുക, 3 കോളം വരയ്ക്കുക, കോളം 1, കോളം 2, കോളം 3. എന്നിട്ട് ആ ബുക്ക് നമ്മുടെ ബിഗ് ബുക്കിൽ എഴുതിയേക്കുന്ന കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് നിങ്ങൾ പിന്നെ ഒരു സ്പോൺസറെ കണ്ടെത്തുവാണെങ്കിൽ എളുപ്പത്തിൽ അയാളത് കുറെ പേർക്ക് PDF ഒക്കെ നമുക്ക് ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. നമ്മൾ 90 വർഷം കഴിഞ്ഞ് 1935 തുടങ്ങിയ നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസ് ഇപ്പൊ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. അപ്പൊ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്, ആരുടെയെങ്കിലും ഒക്കെ സഹായം മേടിച്ച് അത് ചെയ്യേണ്ടതുണ്ട്. അപ്പോ ഈ പ്രധാനപ്പെട്ട ഈ ഇതിന്റെ പദങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പേഴ്സണാലിറ്റി ഡിഫക്ട്സ് എന്ന് പറഞ്ഞാൽ വ്യക്തിത്വ വൈകല്യമാണ്. മോറൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ധാർമ്മികതയാണ്. ഡിഫക്ട്സ് ഓഫ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സ്വഭാവത്തിലെ വൈകല്യങ്ങളാണ്. ഫ്രൈറ്റൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയത്തിന്റെ ഭയം, താൽക്കാലികമായിട്ടുള്ള ഒരു ഭയം, അല്ലെങ്കിൽ ഭയത്തിന്റെ നിരന്തരമായ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠ, അതിനാണ് ഫ്രൈറ്റൻഡ് എന്ന് പറയുന്നത്. ഇൻകൺസിഡറേറ്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കുറിച്ച് ചിന്തയില്ലാതെ പരിഗണയില്ലാതെ പെരുമാറുക. പിന്നെ നേച്ചർ എന്ന് ഒരു വാക്ക് അവിടെ ഉപയോഗിക്കുന്നത് എന്താണ്? അവന് അങ്ങനത്തെ ഒരു സ്വഭാവം നമ്മൾ പറയില്ല, അവൻ അങ്ങനത്തെ ഒരു പ്രകൃതിക്കാരനാണ്, അവൻ അങ്ങനത്തെ ഒരു സ്വഭാവമാണ്, അതാണ് നേച്ചർ എന്നുള്ളത്. പിന്നെ ഡിസ്ഹോണസ്റ്റ്, വഞ്ചന അല്ലെങ്കിൽ മോഷ്ടിക്കല്. ഡിഫക്റ്റ് എന്ന് പറഞ്ഞ വൈകല്യം. എക്സാക്ട് നേച്ചർ ഓഫ് റോങ്സ് നമ്മൾ പറയുന്നുണ്ട്, അതിന്റെ തന്നെയാണ് കൃത്യമായ വിശദീകരണമാണ്. ഫോൾട്ട് എന്ന് പറഞ്ഞാൽ തെറ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായി ചെയ്തതോ പിശകായി ചെയ്തതോ. ഫിയർ എന്ന് പറഞ്ഞാൽ ഭയം. അങ്ങനെയുള്ള സെൽഫ് സെന്റർഡ് എന്ന് വെച്ചാൽ സ്വന്തം കാര്യം മാത്രം നോക്കുന്നയാൾ. സെൽഫിഷ് എന്ന് വെച്ചാൽ സ്വാർത്ഥൻ. ഷോർട്ട് കമ്മിങ്സ് എന്ന് പറഞ്ഞാൽ പോരായ്മ, അല്ലെങ്കിൽ വൈകല്യം എന്ന് തന്നെ പറയാം. റോങ് എന്ന് പറഞ്ഞാൽ തെറ്റ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനപ്പെട്ട വാക്കുകളായിട്ട് അവിടെ കാണുക. അപ്പൊ നമുക്ക് 4-ാം പടിയെ പറ്റി ഏകദേശം 1939 നമ്മുടെ ബുക്ക് ഇറങ്ങിയതിന് ശേഷം 4-ാം പടിയെ പറ്റി ഒരു 12 and 12 കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനു മുമ്പ് ഒരു പാരഗ്രാഫ് അത് എഴുതിയത് വിൻസ്, നമ്മുടെ പേര് വിൻസി എന്ന് പറയുന്ന കാലിഫോർണിയയിൽ ജനിച്ച ഒരു സ്ത്രീയാണ്. 1947 39-ാമത്തെ വയസ്സിൽ ഏയില് വന്നു. അവർ ജനിച്ചത് ഫ്ലോറിഡയിലാണ്, സോറി കാലിഫോർണിയയിലല്ല, ഫ്ലോറിഡയിൽ ജനിച്ചാണ്. അവര് ബോണ്ടേജ് എന്ന് പറഞ്ഞൊരു എഴുതിയിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. ഫ്രീഡം ഫ്രം ദി ബോണ്ടേജ്, അത് അവരുടെ കഥയാണ്. അപ്പൊ വ്യക്തിപരമായ കഥകളെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറഞ്ഞു, ഇത് വായിക്കേണ്ടതാണെന്ന്. അപ്പൊ ഞാൻ അതൊരു 2 പാരഗ്രാഫ് ഉള്ളൂ. ദിസ് റിസെന്റ്മെന്റ് വാസ് അഗൈൻസ്റ്റ് മൈ മദർ. എന്റെ അമ്മയുമായിട്ടായിരുന്നു എനിക്ക് ഒരു റിസെന്റ്മെന്റ്. ആൻഡ് ഇറ്റ് വാസ് 25 years old. 25 വർഷം പഴക്കമുണ്ട്. ഐ ഹാഡ് ഫെഡ് ഇറ്റ്. ഞാൻ അതിനെ തീറ്റ കൊടുത്ത്, ഫാനഡ് ഇറ്റ്, അതിനെ വളർത്തി, ആൻഡ് നർച്ചേർഡ് ഇറ്റ്. ഇറ്റ് ഈസ് മൈ ഡെലിക്കേറ്റ് ചൈൽഡ്. അപ്പൊ ഒരു കുട്ടിക്കാലത്ത് അവർക്ക് ഒരു അമ്മയോട് ഒരു വെറുപ്പുണ്ടായിരുന്നു, അത് അവര് വളർത്തി എന്നുള്ളത്. ആൻഡ് ഇറ്റ് ഹാഡ് ബിക്കം എ മച്ച് പാർട്ട് ഓഫ് മീ ആസ് മൈ ബ്രീത്തിങ്. എന്റെ ഓരോ ശ്വാസോച്ഛ്വാസത്തിലും അത് കൊണ്ടേ നടന്നു. ഇറ്റ് ഹാഡ് പ്രൊവൈഡ് മീ വിത്ത് എക്സ്ക്യൂസ് ഫോർ മൈ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ. ഞാൻ എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതിന് അമ്മേനെ കുറ്റപ്പെടുത്തി. മൈ മാരിറ്റൽ ഫെയിലിയേഴ്സ്, എന്റെ വിവാഹത്തിന്റെ കാര്യങ്ങൾക്ക് അമ്മേനെ കുറ്റപ്പെടുത്തി. പേഴ്സണൽ ഫെയിലിയേഴ്സ്, എന്റെ വ്യക്തിപരമായ കുറ്റങ്ങൾക്ക് അമ്മേനെ
കുറ്റപ്പെടുത്തി. ഇന്നാഡിക്വസി എന്റെ പോരായ്മകൾക്ക് അമ്മേനെ കുറ്റപ്പെടുത്തി. ആൻഡ് ഓഫ് കോഴ്സ് മൈ ആൽക്കഹോളിസം എന്റെ മദ്യാസക്തിക്ക് അമ്മേനെ കുറ്റപ്പെടുത്തി. ആൻഡ് ഐ റിയലി തോട്ട് ഐ ഹാഡ് ബീൻ വില്ലിംഗ് ടു പാർട്ട് വിത്ത് ഇറ്റ്. നൗ ഐ ന്യൂ ഐ വാസ് റിലൂക്റ്റന്റ് ടു ലെറ്റ് ഇറ്റ് ഗോ. ഞാൻ ഇതിൽ നിന്ന് കടന്നു പോകേണ്ടതുണ്ടെന്ന് എയിൽ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി. വൺ മോർണിംഗ്, ഒരു ദിവസം രാവിലെ, ഹൗ ഓവർ ഐ റിയലൈസ്ഡ് ഐ ഹാഡ് ടു ഗെറ്റ് റൈഡ് ഓഫ് ഇറ്റ്. എനിക്ക് ഇതിൽ നിന്ന് പോകണം. ഫോർ മൈ റിപ്രൈവ് വാസ് റണ്ണിങ് ഔട്ട്. ആൻഡ് ഇഫ് ഐ ഡിഡ്ന്റ് ഗെറ്റ് റൈഡ് ഓഫ് ഇറ്റ് ഐ വാസ് ഗോയിങ് ടു ഗെറ്റ് ഡ്രങ്ക്. ഈ പറയുന്ന കാര്യം എന്നിൽ നിന്ന് പോയില്ലെങ്കിൽ ഞാൻ വീണ്ടും കുടിക്കും എന്ന് അവർക്ക് മനസ്സിലായി. ആൻഡ് ഐ ഡിഡ്ന്റ് വാണ്ട് ടു ഗെറ്റ് ഡ്രങ്ക് എനിമോർ. എനിക്ക് ഇനി കുടിക്കേണ്ടതിന്റെ ആവശ്യമില്ല. ഇൻ മൈ പ്രേയേഴ്സ് ദാറ്റ് മോർണിംഗ് ഐ ആസ്ക്ഡ് ഗോഡ്. അന്ന് രാവിലെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ടു പോയിന്റ് ഔട്ട് ടു മീ സം വേ ടു ബി ഫ്രീ ഓഫ് ദിസ് റിസെന്റ്മെന്റ്. ഈ റിസെന്റ്മെന്റിൽ നിന്ന് എനിക്ക് മോചനം നൽകുമോ. ഡ്യൂറിംഗ് ദ ഡേ, അന്ന് പകൽ, എ ഫ്രണ്ട് ഓഫ് മൈൻ, എന്റെ കൂട്ടുകാരിൽ ഒരാൾ, ബ്രോട്ട് മീ സം മാഗസിൻസ് ടു ടേക്ക് ടു എ ഹോസ്പിറ്റൽ ഗ്രൂപ്പ്. കുറച്ച് മാഗസിൻ എനിക്ക് കൊണ്ടു തന്ന ഹോസ്പിറ്റൽ ഗ്രൂപ്പിൽ കൊണ്ടുപോകാൻ. ഐ വാസ് ഇൻട്രസ്റ്റഡ്. ഐ ലുക്ക്ഡ് ത്രൂ ദം. ഞാൻ ആ മാഗസിൻ വായിച്ചു നോക്കി. A banner across one featured an article by a prominent clergyman in which I quote the word resentment. അതിനകത്ത് ഒരു ആർട്ടിക്കിൾ കണ്ടു. അതിന്റെ ഹെഡിങ് ഇതായിരുന്നു, നീരസം. He said in fact, if you have a resentment you want to be free of. നിനക്ക് നീരസമുണ്ടെങ്കിൽ, നിനക്ക് അതിൽ നിന്ന് മോചനം പ്രാപിക്കണമെങ്കിൽ, if you will pray for the person, നീ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. or the thing that you resent, you will be free. അങ്ങനെ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നീ ഫ്രീ ആവും. ഇഫ് യു വിൽ ആസ്ക് ഇൻ പ്രയർ ഫോർ എവറിഥിങ് യു വാണ്ട് ഫോർ യുവർ സെൽഫ് ടു ബി ഗിവൺ ടു ദം, യു വിൽ ബി ഫ്രീ. അപ്പൊ പ്രാർത്ഥന എന്താണ് വേണ്ടത്? അവന് വേണ്ടിയിട്ട് നീ ആഗ്രഹിക്കുന്നതല്ല അവന് വേണ്ടി കൊടുക്കണമേ എന്ന് നീ പ്രാർത്ഥിക്കുക. ആസ്ക് ഫോർ ദെയർ ഹെൽത്ത്, അവന്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദെയർ പ്രോസ്പെരിറ്റി, അവരുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദെയർ ഹാപ്പിനെസ്, അവരുടെ സന്തോഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആൻഡ് യു വിൽ ബി ഫ്രീ. അങ്ങനെ നീ ഫ്രീ ആകും. അങ്ങനെ ഈവൻ വെൻ യു ഡോണ്ട് റിയലി വാണ്ട് ഇറ്റ് ഫോർ ദം and your prayers are only words and you don't mean it, go ahead and do it anyway. നിനക്കിത് പ്രാർത്ഥിക്കാൻ നിനക്ക് ആഗ്രഹമില്ലെങ്കിലും ചില വാക്കുകളെങ്കിലും പുറപ്പെടുവിച്ചാൽ നിന്റെ മനസ്സിൽ നിന്നത് കടന്നു പോകും. ഡു ഇറ്റ് എവറി ഡേ. ഇത് എല്ലാ ദിവസവും ചെയ്യൂ. ഫോർ 2 weeks, 2 ആഴ്ചയെങ്കിലും. ആൻഡ് യു വിൽ ഫൈൻഡ് യു ഹാവ് കം ടു മീൻ ഇറ്റ് ആൻഡ് ടു വാണ്ട് ഇറ്റ് ഫോർ ദം. 2 ആഴ്ചകൾ ചെയ്തു കഴിഞ്ഞാൽ നിനക്കത് മനസ്സിലാകും, അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകും. ആൻഡ് യു വിൽ റിയലൈസ് ദാറ്റ് വേർ യു used it to feel bitterness and resentment, hard hated, you now feel compassionate and understanding and love. അങ്ങനെ റീസൺമെന്റ് മാറിക്കഴിഞ്ഞാലാണ് നമുക്ക് സ്നേഹം മനസ്സിലാവുകയുള്ളൂ, മറ്റുള്ളവരെ കമ്പാഷനേറ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അതൊരു ഒരുപാട് പേജ് ഉണ്ട്, അതിനകത്ത് 2 സെന്റൻസ് പാരഗ്രാഫ് പറഞ്ഞതുള്ളൂ. അപ്പൊ നമുക്കിനി ഈ 1939 ഈ ബുക്ക് എഴുതിയതിനു ശേഷം ഇതിന്റെ കൂടുതൽ വിശദീകരണത്തിനായിട്ട് ബിൽ ഡബ്ല്യു എഴുതിയ ബുക്കാണ് 12 പടികളും 12 പാരമ്പര്യങ്ങളും. അതിന്റെ 2 പേജ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചാണ്. ബാക്കി പേജ് റോമല് 4-ാം പടിയുടെ ബാക്കി വായിക്കാവോ റോമലെ? കഴിഞ്ഞ ആഴ്ചത്തെ തുടർച്ചയാണ്. 4-ാം പടി, പേജ് 45. വൈകാരികമായി നമ്മൾ വിഷാദത്തിന്റെ വശത്തിലാണെങ്കിൽ ആത്മനിന്ദയാലും കുറ്റബോധത്താലും നാം കീഴടക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഈ വൃത്തികെട്ട ചതുപ്പിൽ നമ്മൾ ആണ്ടുപോയിരിക്കുന്നു. അതിൽ നിന്നും വൈകൃതവും വേദനാജനകവുമായ ആനന്ദം കിട്ടുന്നു. നമ്മൾ വളരെ മ്ലാനമായി ഈ ഗാഠവിഷാദം പിന്തുടരുമ്പോൾ മറവില്ലാതെ മറ്റൊരു പരിഹാരവും സാധ്യമാകാതെ നിരാശയുടെ ആഴങ്ങളിലേക്ക് നമ്മൾ മുങ്ങിപ്പോയേക്കാം. ഇവിടെ തീർച്ചയായും നമുക്കെല്ലാ വീക്ഷണങ്ങളും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ എല്ലാ സ്വാഭാവിക വിനയവും നഷ്ടപ്പെട്ടു. കാരണം ഇത് അഹങ്കാരത്തിന്റെ മറുപുറമാണ്. ഇത് ഒരു ധാർമ്മിക കണക്കെടുപ്പേ അല്ല. വിഷാദവാനെ കൂടെ കൂടെ കുപ്പിയിലേക്കും പൂർണ്ണ വിനാശത്തിലേക്കും നയിക്കപ്പെടുന്ന അതേ പ്രക്രിയയാണ് ഇത്. എന്തായാലും നമ്മുടെ സ്വാഭാവിക ഗുണം താൻ മാത്രം എപ്പോഴും ശരി എന്ന തോന്നലിലോ അല്ലെങ്കിൽ പൊള്ളയായ പൊങ്ങച്ചത്തിലോ ചായുന്ന സ്വഭാവമാണുള്ളതെങ്കിൽ നമ്മുടെ പ്രതികരണവും വിപരീതമായിരിക്കും. എയുടെ നിർദ്ദേശിക്കപ്പെട്ട കണക്കെടുപ്പിൽ നമ്മൾ കുപിതരാകുന്നു. കുപ്പി നമ്മുടെ ജീവിതത്തെ തകിടം മറിച്ചതിന് മുമ്പ് നല്ലതെന്ന് കരുതി ഞങ്ങൾ നയിച്ചിരുന്ന ജീവിതത്തെക്കുറിച്ച് അഭിമാനത്തോടെ ഞങ്ങൾ സൂചിപ്പിക്കും എന്നതിൽ സംശയമില്ല. ഞങ്ങളുടെ സ്വഭാവത്തിന്റെ ഗുരുതര വീഴ്ചകൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നാം കരുതുന്നുവെങ്കിൽ അമിതമായ മദ്യപാനം മൂലമുള്ളതാണെന്ന് നമ്മൾ സമ്മതിക്കും. നമുക്ക് എന്തെങ്കിലും ഗുരുതരമായ സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടെന്ന് നാം അംഗീകരിക്കുന്നുവെങ്കിൽ അവയ്ക്കെല്ലാം പ്രധാനമായ കാരണം അമിതമായ മദ്യപാനമായിരുന്നു എന്ന് ഞങ്ങൾ അവകാശപ്പെടും.
അത് അങ്ങനെയാണെങ്കിൽ ആദ്യമായും അവസാനമായും എല്ലാ കാലയളവിലും നാം ചെയ്യേണ്ട ഒരേ ഒരു കാര്യം കുടിനിർത്തുക എന്നത് മാത്രമാണെന്ന് കാരണസഹിതം ചിന്തിക്കുന്നു. നാം മദ്യം ഉപേക്ഷിക്കുന്ന നിമിഷം തന്നെ ഒരിക്കൽ നമുക്കുണ്ടായിരുന്ന നല്ല ശീലങ്ങൾ നമുക്ക് തിരികെ കിട്ടുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. മദ്യപാനമൊഴിച്ച് മറ്റു കാര്യങ്ങളിൽ നമ്മൾ ജീവിതത്തിലുടനീളം മാന്യരായ ആളുകളാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മദ്യം ഉപേക്ഷിച്ചത് കാരണം ധാർമ്മിക കണക്കെടുപ്പിന്റെ ആവശ്യകത എന്താണ്? കണക്കെടുപ്പ് ഒഴിവാക്കുന്നതിന് വേണ്ടി മറ്റൊരു രസകരമായ ഒഴിവുകളിൽ നാം കയറി പിടിക്കുന്നു. നമ്മുടെ ഇപ്പോഴത്തെ കുഴപ്പങ്ങളും ഉത്കണ്ഠകളും മറ്റാൾക്കാരുടെ പെരുമാറ്റം കൊണ്ടുണ്ടാവുന്നതാണെന്ന് നാം വിളിച്ചു പറയുന്നു. അവർക്കാണ് യഥാർത്ഥത്തിൽ തീർച്ചയായും ധാർമ്മിക കണക്കെടുപ്പ് ആവശ്യമുള്ളത്. മറ്റുള്ളവർ നമ്മോട് മെച്ചമായി പെരുമാറിയാൽ മാത്രമേ നമ്മുടെ കുഴപ്പങ്ങൾ തീരുമെന്ന് നമ്മൾ ദൃഢമായി വിശ്വസിക്കുന്നു. ഞങ്ങളുടെ നീരസങ്ങൾ ശരിയായ തരത്തിലുള്ളതാണെന്നും ഞങ്ങളുടെ കോപം നീതിയുക്തമാണെന്നതും യുക്തിപരമാണെന്നതും അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നു. ഞങ്ങളല്ല കുറ്റക്കാർ, അവരാണ് കുറ്റക്കാർ. കണക്കെടുപ്പ് പ്രക്രിയയുടെ ഈ ഘട്ടത്തിൽ നമ്മുടെ സ്പോൺസർമാർ രക്ഷയ്ക്കെത്തുന്നു. അവർക്കിത് ചെയ്യാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ എയുടെ 4-ാം പടി പരീക്ഷിച്ചറിഞ്ഞ അനുഭവ സമ്പത്തിന്റെ വാഹകരാണ് അവർ. വിഷാദവാന്റെ പ്രശ്നം എയിലെ മറ്റംഗങ്ങളിൽ നിന്നും വിചിത്രമോ വ്യത്യാസമോ അല്ലെന്നും അയാളുടെ പെരുമാറ്റത്തിന്റെ വൈകല്യങ്ങൾ മറ്റു എയേക്കാൾ കൂടുതലോ വഷളോ അല്ലെന്നും വിഷാദവാനെ ആദ്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർ അയാളെ വിശ്വസിപ്പിക്കുന്നു. ഏതൊരു പ്രകടനപരതയുമില്ലാത്ത തന്നെ കുറവുകളെയും ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും പറ്റി ലളിതമായി തുറന്ന് സംസാരിക്കുന്നതിലൂടെ സ്പോൺസർ ഇത് പെട്ടെന്ന് തെളിയിക്കുന്നു. ഈ ശാന്തവും യാഥാർത്ഥ്യബോധത്തോടുമുള്ള കണക്കെടുപ്പ് വളരെയധികം ആശ്വാസം നൽകുന്നതാണ്. നവാഗതനെ അയാളുടെ ബോധ്യങ്ങളോടൊപ്പം ശ്രദ്ധിക്കാൻ ധാരാളം ഗുണങ്ങളുണ്ടെന്ന് സ്പോൺസർ മിക്കവാറും സൂചിപ്പിക്കുന്നു. ഇത് തുലനാവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുകയും മ്ലാനതയെ അകറ്റുകയും ചെയ്യുന്നു. നവാഗതൻ കൂടുതൽ വസ്തുനിഷ്ഠമാകുവാൻ തുടങ്ങുന്ന ഉടനെ അയാൾക്ക് ഭയത്തേക്കാളുപരി ഭയരഹിതമായി തൻ്റെ കുറവുകൾ മനസ്സിലാക്കാൻ കഴിയും. തങ്ങൾക്ക് കണക്കെടുപ്പിന്റെ ആവശ്യമില്ലെന്ന് കരുതുന്നവരുടെ സ്പോൺസർമാർ മറ്റൊരു പ്രശ്നം അഭിമുഖീകരിക്കുന്നു. ആത്മാഹങ്കാരത്തോടെ നടക്കുന്ന ആളുകൾ തങ്ങളുടെ ബാധ്യതകളോട് അബോധമായി അന്ധരാകുന്നു എന്നതാണ് ഇതിന് കാരണം. ഇത്തരം നവാഗതർക്ക് വിരളമായ ആശ്വാസപ്പെടുത്തൽ ആവശ്യമുള്ളൂ. തങ്ങളുടെ അഹംഭാവം പടുത്തുയർത്തിയ മതിലുകളിൽ വിവേകത്തിന്റെ വെളിച്ചത്തിന് കടന്നുവരാൻ പാകത്തിൽ ഒരു വിള്ളൽ കണ്ടെത്താൻ അവരെ സഹായിക്കേണ്ട പ്രശ്നമേയുള്ളൂ. ആദ്യമായി എയിലെ ഭൂരിഭാഗം അംഗങ്ങളും അവരുടെ മദ്യപാനങ്ങളിൽ ആത്മന്യായീകരണത്തിന്റെ കടുത്ത വേദനകൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് അവരോട് പറയാൻ കഴിയണം. നമ്മളിൽ ഭൂരിഭാഗം പേർക്കും ഒഴിവുകഴിവുകളുടെ സൃഷ്ടാവായിരുന്നു ആത്മന്യായീകരണം. തീർച്ചയായും മദ്യപിക്കുന്നതിനും എല്ലാത്തരം ഭ്രാന്തൻ നശീകരണ പെരുമാറ്റങ്ങൾക്കും ഒഴിവുകഴിവുകളാൽ തെളിവുകൾ സൃഷ്ടിക്കുന്നത് ഞങ്ങളൊരു കലയാക്കി മാറ്റി. ഞങ്ങൾക്ക് മദ്യപിക്കേണ്ടി വന്നു. എന്തുകൊണ്ടെന്നാൽ സമയം നല്ലതായാലും മോശമായാലും ഞങ്ങൾക്ക് മദ്യപിക്കേണ്ടിയിരുന്നു. വീട്ടിൽ ഞങ്ങൾ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്നേഹമേ കിട്ടിയില്ല. അതുകൊണ്ടും ഞങ്ങൾക്ക് മദ്യപിക്കേണ്ടി വന്നു. തൊഴിലിൽ ഞങ്ങൾ വലിയ വിജയങ്ങളോ കടുത്ത പരാജയമോ ആയിരുന്നു. അതുകൊണ്ടും ഞങ്ങൾക്ക് മദ്യപിക്കേണ്ടി വന്നു. നമ്മുടെ രാജ്യം ഒരു യുദ്ധം ജയിക്കുകയോ ഒരു സമാധാനം നഷ്ടപ്പെടുത്തുകയോ ചെയ്തു. അതുകൊണ്ടും ഞങ്ങൾക്ക് കുടിക്കേണ്ടി വന്നു. അങ്ങനെ അനന്തമായി ഞങ്ങളുടെ ഒഴിവുകഴിവുകൾ നീണ്ടു പോയി. അവസ്ഥയാണ് ഞങ്ങളെ മദ്യപാനത്തിലേക്ക് നയിച്ചതെന്ന് നാം ചിന്തിച്ചു. ഇത്തരം അവസ്ഥകളെ നേരെയാക്കാൻ ഞങ്ങൾ ശ്രമിച്ചപ്പോൾ പൂർണ്ണമായും തൃപ്തികരമായി അതിന് കഴിയില്ലെന്ന് ഞങ്ങൾ കണ്ടെത്തി. ഞങ്ങളുടെ മദ്യപാനം കൈവിട്ടു പോവുകയും ഞങ്ങൾ മദ്യപരായി മാറുകയും ചെയ്ത അവസ്ഥകൾ എന്തുതന്നെയായാലും അവയെ നേരിടാൻ ഞങ്ങൾ സ്വയം മാറേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ ഒരിക്കലും തോന്നിയില്ല. പക്ഷേ എയിലെത്തിയപ്പോൾ ഞങ്ങൾ പ്രതികാര വ്യജ്ഞ നിറഞ്ഞ നീരസങ്ങളോടും ആത്മനിന്ദയോടും നീതീകരിക്കാനാകാത്ത അഹങ്കാരത്തോടും എന്തെങ്കിലും ചെയ്യണമെന്ന് ഞങ്ങൾ മെല്ലെ പഠിച്ചു തുടങ്ങി. ഞങ്ങൾ വൻ തോക്കുകളാൽ ശ്രമിച്ചപ്പോഴൊക്കെ ആൾക്കാർ ഞങ്ങൾക്കെതിരെ തിരിഞ്ഞുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടേ വന്നു. ഞങ്ങൾ അമർഷം വെച്ചു പുലർത്തിയപ്പോൾ, തോൽവികൾക്ക് പ്രതികാരം ചെയ്യാൻ പദ്ധതിയിട്ടപ്പോൾ, മറ്റുള്ളവർക്കെതിരെ പ്രയോഗിക്കാൻ നാം കരുതി വച്ചിരിക്കുന്ന കോപത്തിന്റെ ഗത കൊണ്ട് ഞങ്ങൾ സത്യത്തിൽ നമ്മെ തന്നെ പ്രഹരിക്കുകയായിരുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കേണ്ടി വന്നു.
ഞങ്ങൾ ഗുരുതരമായി അസ്വസ്ഥരായിരുന്നപ്പോൾ ആ അസ്വസ്ഥതയ്ക്ക് കാരണം ആരെന്നോ എന്തെന്നോ പരിഗണിക്കാതെ അത് ശാന്തമാക്കുകയാണ് ആദ്യത്തെ ആവശ്യമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അസ്ഥിരമായ വികാരങ്ങൾ നമ്മെ എങ്ങനെ ഇരകളാക്കി എന്ന് മനസ്സിലാക്കുന്നതിന് ഒരുപാട് സമയമെടുത്തു. മറ്റുള്ളവരിൽ അവ വളരെ പെട്ടെന്ന് കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. എന്നാൽ ഞങ്ങളിൽ വളരെ പതുക്കെയും. ആദ്യമായി ഇത്തരം പോരായ്മകളിൽ പലതും ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അംഗീകരിക്കേണ്ടി വന്നു. ഇത്തരം വെളിപ്പെടുത്തലുകൾ വേദനാജനകവും അപമാനകരവുമാണെങ്കിൽ പോലും മറ്റ് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ചിന്തയിലും സംസാരത്തിലും കുറ്റപ്പെടുത്തുക എന്ന പദം ഒഴിവാക്കേണ്ടതുണ്ട്. ഇതിൽ പ്രാരംഭത്തിൽ തന്നെ വലിയ സന്നദ്ധത ആവശ്യമുണ്ട്. പക്ഷേ ആദ്യത്തെ 2 3 വലിയ തടസ്സങ്ങൾ തരണം ചെയ്തു കഴിഞ്ഞാൽ ശേഷിക്കുന്ന പ്രക്രിയ എളുപ്പമായി തുടങ്ങുന്നത് കാണാം. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ വീക്ഷിച്ചു തുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് വിനയം ഏറിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും വിഷാദവന്മാരും അധികാരമോഹികളും വ്യക്തിത്വത്തിന്റെ 2 ധ്രുവങ്ങളാണ്. മുഴുവൻ ലോകത്തിലും എയിലും ഇത്തരക്കാർ ധാരാളമാണ്. പലപ്പോഴും ഇത്തരം വ്യക്തിത്വങ്ങൾ തന്നിരിക്കുന്ന ഉദാഹരണങ്ങൾ പോലെ വ്യക്തമായി നിർവചിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ പലപ്പോഴും നമ്മളിൽ പലരും ഈ 2 ഇനങ്ങളിലും ഉൾപ്പെട്ടവരാകുന്നു. മനുഷ്യർ ഒരിക്കലും തികച്ചും ഒരുപോലെയല്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഒരു കണക്കെടുപ്പ് നടത്തുമ്പോൾ തൻ്റെ വ്യക്തിപരമായ പെരുമാറ്റ ദൂഷ്യങ്ങൾ എന്തൊക്കെയെന്ന് നിർണ്ണയിക്കേണ്ടത് ആവശ്യമായി വരും. തനിക്കിണങ്ങുന്ന ചെരുപ്പുകൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ അയാൾ അതുമണിഞ്ഞ് ഒടുവിൽ താൻ നേരായ വഴിയിലെത്തിയിരിക്കുന്നു എന്ന ആത്മവിശ്വാസത്തോടെ നടക്കാൻ തുടങ്ങണം. വ്യത്യസ്ത അളവുകളിൽ നമ്മളെല്ലാ പേരിലുമുള്ള വ്യക്തമായ വ്യക്തിത്വ ദൂഷ്യങ്ങളുടെ പട്ടികയുടെ ആവശ്യകതയെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. മതപരമായ പരിശീലനം സിദ്ധിച്ചവർക്ക് ധാർമ്മിക തത്വങ്ങളുടെ ഗുരുതരമായ ലംഘനങ്ങൾ ഉൾക്കൊള്ളുന്നതാവാം ഇത്തരമൊരു പട്ടിക. ചിലർ അതിനെ സ്വഭാവ ദൂഷ്യങ്ങളുടെ പട്ടികയായി കരുതിയേക്കാം. പൊരുത്തക്കേടുകളുടെ പട്ടികയായി ഇതിനെ കാണുന്നവരുമുണ്ട്. അധാർമികതയെക്കുറിച്ച് സംസാരമുണ്ടാക്കുമ്പോൾ തന്നെ അലസോരപ്പെടുന്നവരുണ്ട്. പാപത്തിന്റെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. വിവേകം കുറഞ്ഞവർ പോലും അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ മദ്യപാനികളിൽ ധാരാളം തെറ്റുകളുണ്ടെന്നും സുബോധവും പുരോഗതിയും ജീവിതവുമായി പൊരുത്തപ്പെടാനുള്ള യാഥാർത്ഥ്യ കഴിവും ഞങ്ങൾ പ്രതീക്ഷിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഈ പോരായ്മകളെ വിളിക്കപ്പെടേണ്ട പേരുകളെ ചൊല്ലിയുള്ള ആശയക്കുഴപ്പം ഒഴിവാക്കുന്നതിന് വേണ്ടി മനുഷ്യന്റെ പ്രധാന വീഴ്ചകളെക്കുറിച്ച് സാർവദേശികമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള പട്ടിക നമുക്കെടുക്കാം. 7 മാരകപാപങ്ങൾ എന്നറിയപ്പെടുന്ന അഹങ്കാരം, അത്യാഗ്രഹം, കാമം, കോപം, ആർത്തി, അസൂയ, അലസത എന്നിവ. ഈ ഘോഷയാത്രയിൽ അഹങ്കാരം തലപ്പത്ത് വരുന്നത് യാദൃശ്ചികമല്ല. ബോധമോ അബോധമോ ആയ ഭയങ്ങളാൽ പ്രോത്സാഹിക്കപ്പെട്ട് സ്വയം നീതീകരണത്തിലേക്ക് നയിക്കുന്ന അഹങ്കാരമാണ് യഥാർത്ഥ പുരോഗതിയുടെ പ്രധാന തടസ്സവും മനുഷ്യന്റെ ഭൂരിഭാഗം ബുദ്ധിമുട്ടുകളുടെയും അടിസ്ഥാനവും. ദൈവദത്തമായ ജന്മവാസനകളെ ദുർവിനിയോഗം ചെയ്യാതെ അല്ലെങ്കിൽ വളച്ചൊടിക്കാതെ നിറവേറ്റാനാകാത്ത ആവശ്യങ്ങൾ നമ്മോട് തന്നെയും മറ്റുള്ളവരോടും ഉയർത്തുന്നതിലേക്ക് അഹങ്കാരം നമ്മെ ആകർഷിക്കുന്നു. സമൂഹത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും ലൈംഗികതയുടെയും ജന്മവാസനകൾ തൃപ്തിപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരേ ഒരു ലക്ഷ്യമായി മാറുമ്പോൾ പരിധിവിടുന്ന ധാരാളിത്തത്തെ നീതീകരിക്കുന്നതിന് അഹങ്കാരം മുന്നോട്ട് വരുന്നു. ഈ പരാജയങ്ങളെല്ലാം അവയുടേതായ രീതിയിൽ ഭയവും ആത്മതുരതയും സൃഷ്ടിക്കുന്നു. പിന്നെ ഭയം ക്രമേണ കൂടുതൽ പെരുമാറ്റ വൈകല്യങ്ങൾ സൃഷ്ടിക്കുന്നു. നമ്മുടെ ജന്മവാസനകളെ തൃപ്തിപ്പെടുത്താനാവില്ല എന്ന അകാരണമായ ഭയം മറ്റുള്ളവരുടെ സ്വത്തിനെ കാക്ഷിക്കുന്നതിലേക്കും അധികാരവും ലൈംഗികതയും കാമിക്കുന്നതിലേക്കും നമ്മുടെ ജന്മസിദ്ധമായ ആവശ്യകതകൾ ഭീഷണിപ്പെടുത്തുമ്പോൾ കോപം വരുന്നതിലേക്കും നമ്മുടെ ഉത്കർഷേച്ഛ സഫലമാവാതെയും മറ്റുള്ളവരുടേത് സഫലമാവുകയും ചെയ്യുമ്പോൾ അസൂയപ്പെടുന്നതിലേക്കും നമ്മെ നയിക്കുന്നു. ഭാവിയിൽ നമുക്ക് ആവശ്യത്തിനുണ്ടാവില്ല എന്ന ഭയത്താൽ ഇപ്പോൾ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷിക്കുകയും കുടിക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. ജോലിയുടെ സാധ്യതയിൽ യഥാർത്ഥമായ ഭയത്തോടെ നമ്മൾ മടിപിടിച്ചു നിന്നു. ഞങ്ങൾ സ്വയം സമയം പാഴാക്കുകയും കാലവിളംബം വരുത്തുകയും ചെയ്തു. ഇനി അങ്ങേയറ്റം പകുതി മനസ്സോടെ പുലമ്പിക്കൊണ്ട് ജോലി ചെയ്തു. നാം പണി കഴിപ്പിക്കാൻ ശ്രമിക്കുന്ന ജീവിതത്തിന്റെ അസ്ഥിവാരത്തെ ആർത്തിയോടെ വിഴുങ്ങുന്ന ചിതലുകളാണ് ഇത്തരം ഭയങ്ങൾ. അതുകൊണ്ട് തന്നെ ഭയരഹിതമായ ഒരു ധാർമ്മിക കണക്കെടുപ്പ് നടത്തണമെന്ന് നിർദ്ദേശിക്കുമ്പോൾ തനിക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ ഉപരിയാണ് തന്നോട് ആവശ്യപ്പെടുന്നതെന്ന് എല്ലാ നവാഗതർക്കും തോന്നിയേക്കാം. തൻ്റെ തന്നെ ഉള്ളിലേക്ക് അവർ നോക്കാൻ ശ്രമിക്കുന്ന ഓരോ തവണയും അവൻ്റെ അഹങ്കാരവും ഭയവും അവനെ പിന്നിലേക്ക് വലിച്ചിടുന്നു. അഹങ്കാരം പറയുന്നു, നീ ഈ വഴി കടന്നു പോകേണ്ട കാര്യമില്ല. ഭയം പറയുന്നു, നീ നോക്കുക പോലും ചെയ്യരുത്.
സത്യത്തിൽ ഒരു ധാർമ്മിക കണക്കെടുപ്പ് നടത്തിയ അംഗത്തിന്റെ തെളിവ് എന്നത് ഇത്തരത്തിലുള്ള ഭയവും അഹങ്കാരവും ഉമ്മാക്കിയില്ലാതെ മറ്റൊന്നുമായി മാറിയില്ല എന്നതാണ്. കണക്കെടുപ്പ് നടത്തുന്നതിന് പരിപൂർണമായ സന്നദ്ധത നമുക്കുണ്ടെങ്കിൽ, ആ ജോലി ഭംഗിയായി ചെയ്യുന്നതിന് വേണ്ടി നാം നമ്മെ സജ്ജരാക്കുന്നുവെങ്കിൽ, മൂടൽമഞ്ഞ് നിറഞ്ഞ ഈ രംഗത്തിൽ അത്ഭുതകരമായ ഒരു വെളിച്ചം വീഴുന്നു. നമ്മൾ തുടരുമ്പോൾ ഒരു പുതുപുത്തൻ ആത്മവിശ്വാസം ഉടലെടുക്കുന്നു. നമുക്കൊടുവിൽ ലഭിക്കുന്ന ആത്മവിശ്വാസം അനിർവചനീയമാണ്. 4-ാം പടിയുടെ ആദ്യ ഫലങ്ങളാണിവ. ഈ സമയം കൊണ്ട് നവാഗതർ താഴെ പറയുന്ന നിഗമനങ്ങളിലേക്ക് മിക്കവാറും എത്തിക്കഴിഞ്ഞിരിക്കും. വഴിതെറ്റിപ്പോയ ജന്മവാസനകളെ പ്രതിനിധീകരിക്കുന്ന തൻ്റെ പെരുമാറ്റ ദൂഷ്യങ്ങളാണ് തൻ്റെ മദ്യപാനത്തിൻ്റെയും ജീവിതത്തിലെ തൻ്റെ പരാജയത്തിൻ്റെയും പ്രാഥമിക കാരണം. വളരെ വഷളായ ഇത്തരം കുറവുകളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി കഠിനമായി ശ്രമിക്കാൻ ഇപ്പോൾ താൻ സന്നദ്ധനാകാത്ത പക്ഷം സുബോധവും മനസമാധാനവും തനിക്ക് പിടിതരാതെ ഇനിയും ഒഴിഞ്ഞു മാറും. തൻ്റെ ജീവിതത്തിൻ്റെ തെറ്റായ അസ്ഥിവാരത്തെ പൊളിച്ചു കളഞ്ഞ് ഉറച്ച പാറമേൽ അത് പുതുക്കിപ്പണിയണം. തൻ്റെ കുറവുകൾ അന്വേഷിച്ചു തുടങ്ങാൻ ഇപ്പോൾ സന്നദ്ധ കാണിക്കാതിരിക്കുന്ന അയാൾ ചോദിച്ചേക്കാം, ഞാൻ എങ്ങനെയാണ് ഇതിൽ ഏർപ്പെടേണ്ടത്? ഞാൻ എൻ്റെ തന്നെ കണക്കെടുക്കേണ്ടത് എങ്ങനെയാണ്? 4-ാം പടി ഒരാജീവനാന്ത പരിശീലനത്തിന്റെ തുടക്കമായതിനാൽ അയാൾ ആദ്യം തൻ്റെ അങ്ങേയറ്റം കുഴപ്പം പിടിച്ചതും തെളിഞ്ഞു കാണുന്നതുമായ സ്വകാര്യ കുറവുകളെ ആദ്യം മനസ്സിലാക്കണമെന്ന് അയാളോട് നിർദ്ദേശിക്കേണ്ടതുണ്ട്. എന്തായിരുന്നു ശരി അല്ലെങ്കിൽ എന്തായിരുന്നു തെറ്റ് എന്നുള്ള തൻ്റെ വിലയിരുത്തൽ ഉപയോഗിച്ച് സമൂഹത്തിനും സുരക്ഷിതത്തിനും ലൈംഗികതയ്ക്കുമുള്ള തൻ്റെ പ്രാഥമിക ജന്മവാസനകളെ സംബന്ധിച്ച് തൻ്റെ പെരുമാറ്റത്തിൻ്റെ ഒരു ഏകദേശ വിലയിരുത്തൽ അയാൾ നടത്തണം. തൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ താഴെ പറയുന്ന തരം ചോദ്യങ്ങളുടെ പരിഗണനയിലൂടെ അയാൾക്ക് പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ കഴിയും. ഇപ്പോൾ എങ്ങനെ, ഏതൊക്കെ സന്ദർഭങ്ങളിൽ ലൈംഗിക ബന്ധത്തിനുള്ള എൻ്റെ സ്വാർത്ഥ പ്രയാണം മറ്റുള്ളവരെയും എന്നെയും തകർത്തു? ഏതൊക്കെ ആൾക്കാരെ എങ്ങനെ മോശമായി മുറിപ്പെടുത്തി? ഞാൻ എൻ്റെ വിവാഹത്തെ തകർക്കുകയോ എൻ്റെ കുട്ടികളെ മുറിവേൽപ്പിക്കുകയോ ചെയ്തു? സമുദായത്തിലുള്ള എൻ്റെ നിലനിൽപ്പ് ഞാൻ അപായപ്പെടുത്തിയോ? ആ സമയത്ത് ഇത്തരം സാഹചര്യങ്ങളോട് ഞാൻ എങ്ങനെ പ്രതികരിച്ചു? ഒന്നിനും കെടുത്താനാകാത്ത കുറ്റബോധത്താൽ ഞാൻ നീറിയോ? ഞാൻ വേട്ടയാടപ്പെടുകയായിരുന്നെന്നും വേട്ടക്കാരനിലായിരുന്നെന്നും അതിനാൽ എന്നെ കുറ്റവിമുക്തനാക്കണമെന്നും ഞാൻ നിർബന്ധിച്ചു? ലൈംഗിക വിഷയങ്ങളിലെ അതൃപ്തിയോട് ഞാൻ എങ്ങനെ പ്രതികരിച്ചു? പേജ് 53. പക്ഷേ കുടുംബമായിട്ടും സുഹൃത്തുക്കളുമായിട്ടും സമൂഹവുമായിട്ടുമൊക്കെയുള്ള നമ്മുടെ വികലമായ ബന്ധങ്ങളിൽ നിന്നാണ് ഞങ്ങളിൽ ഭൂരിഭാഗം പേർക്കും ധാരാളം കഷ്ടപ്പെടേണ്ടി വന്നത്. ഞങ്ങൾ അവയെക്കുറിച്ച് പ്രത്യേകിച്ചും ചിന്താശൂന്യരും കടുപിടുത്തക്കാരുമായിരുന്നു. മറ്റൊരു മനുഷ്യനുമായി യാഥാർത്ഥ സൗഹൃദം രൂപീകരിക്കാൻ ഞങ്ങൾക്കുള്ള പരിപൂർണ കഴിവില്ലായ്മയാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. ഞങ്ങളുടെ അഹംഭാവം വിനാശകരമായ 2 വാരിക്കുഴികൾ കുഴിക്കുന്നു. ഒന്നുകിൽ നമുക്കറിയാവുന്ന ആൾക്കാരെ അടക്കി വാഴാൻ നാം നിർബന്ധം പിടിക്കുന്നു, അല്ലെങ്കിൽ നാം വളരെയധികം അവരെ ആശ്രയിക്കുന്നു. നമ്മൾ ആൾക്കാരെ വളരെ കൂടുതലായി ആശ്രയിക്കുകയാണെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ പിന്നീട് അവർ നമ്മെ നിരാശരാക്കും. കാരണം അവരും മനുഷ്യരാണ്. മാത്രമല്ല, നമ്മുടെ അന്തമില്ലാത്ത ആവശ്യങ്ങൾ നിറവേറ്റാൻ അവർക്ക് കഴിയില്ല. ഈ രീതിയിൽ നമ്മുടെ അരക്ഷിതാവസ്ഥ വളരുകയും വഷളാവുകയും ചെയ്യുന്നു. നമ്മൾ പതിവ് പോലെ നമ്മുടെ സ്വേച്ഛാപരമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ പ്രതിഷേധിക്കുകയും ശക്തമായി നമ്മെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളുടെ വികാരങ്ങൾ മുറിവേൽക്കുകയും ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാണെന്ന് തോന്നുകയും പ്രതികാരജ്ഞത ഉടലെടുക്കുകയും ചെയ്യുന്നു. നിയന്ത്രിക്കാനുള്ള നമ്മുടെ ശ്രമങ്ങൾ നാം വർദ്ധിപ്പിക്കുമ്പോഴും അവ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുകയും നമ്മുടെ കഷ്ടപ്പാട് കൂടുതൽ രൂക്ഷവും സ്ഥായിയുമായി മാറുകയും ചെയ്യുന്നു. കുടുംബത്തിൽ ഒരാളായിരിക്കാനോ, സുഹൃത്തുക്കളുടെ ഇടയിൽ ഒരു സുഹൃത്തായിരിക്കാനോ, ജോലിക്കാരുടെ ഇടയിൽ ഒരു ജോലിക്കാരനായിരിക്കാനോ, സമൂഹത്തിലെ പരോപകാരിയായ അംഗമായിരിക്കാനോ നമ്മൾ ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ല. കൂട്ടത്തിന്റെ തലപ്പത്തെത്താനോ എല്ലാത്തിൻ്റെയും അടിയിൽ ഒളിക്കാനോ നമ്മൾ എല്ലായ്പ്പോഴും ശ്രമിച്ചു. തൽപരമായ ഇത്തരം പെരുമാറ്റം നമ്മളുമായിട്ടുള്ള ആരുടെയെങ്കിലും പങ്കാളിത്തത്തെ തടസ്സപ്പെടുത്തി. യഥാർത്ഥ സഹോദര്യത്തെക്കുറിച്ച് ഞങ്ങൾ ചുരുങ്ങിയ ധാരണയേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിവിടെ ഉന്നയിക്കപ്പെട്ട പല ചോദ്യങ്ങളോടും ചിലർ പ്രതിഷേധിച്ചേക്കാം. എന്തുകൊണ്ടെന്നാൽ അവരുടെ തന്റെ പെരുമാറ്റത്തിന്റെ കുറവുകൾ അത്രത്തോളം തെളിഞ്ഞതല്ലെന്ന് അവർ ചിന്തിക്കുന്നു. പ്രതിഷേധാർഹമായ ചോദ്യങ്ങൾ സ്പർശിക്കുന്ന തകരാറുകളെ തന്നെ വെളിപ്പെടുത്താൻ ശ്രദ്ധാപൂർവമായ ഒരു അന്വേഷണം
അനുപേക്ഷണീയമാണെന്ന് ഇവരോട് നിർദ്ദേശിക്കാം. പുറമേയുള്ള നമ്മുടെ നിലവാരം തീരെ മോശമില്ല എന്ന് തോന്നിയാലും സ്വയം നീതീകരണത്തിന്റെ കനത്ത അടരുകൾക്കിടയിൽ ഇത്തരം ഒരേയൊരു പോരായ്മകളെയും നമ്മൾ കുഴിച്ചുമൂടിയിരിക്കുന്നു എന്ന് കണ്ടെത്തുന്നത് ലജ്ജാകരമാണ്. കുറവുകൾ എന്തുതന്നെയായാലും ആത്യന്തികമായി അവയുടെ ഒളിപ്പോരിൽ നാം മദ്യപാനത്തിലേക്ക് വീണു. അതുകൊണ്ട് കണക്കെടുപ്പ് നടത്തുമ്പോൾ പരിപൂർണത എന്നതാണ് ശ്രദ്ധേയമായ പദം. ഈ അവസരത്തിൽ നമ്മുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതിയുണ്ടാക്കുന്നത് ബുദ്ധിപരമായിരിക്കും. വ്യക്തമായ ചിന്തയ്ക്കും സത്യസന്ധമായ വിലയിരുത്തലിനും ഒരു സഹായമാവും ഇത്. മുന്നോട്ടു പോകാനുള്ള പരിപൂർണമായ നമ്മുടെ സന്നദ്ധതയുടെ പ്രത്യക്ഷമായ ആദ്യ തെളിവായിരിക്കുന്നത്. താങ്ക് യു റോബിന. അപ്പം ബിൽ ഡബ്ല്യുവിന്റെ ലേഖനമാണത്. കൂടുതൽ വിശദീകരിച്ചുകൊണ്ട്, കാരണം നമുക്ക് സെക്സിനെ കുറിച്ചൊക്കെ വളരെ ചെറിയ പാരഗ്രാഫിലാണ് അത് പുള്ളി പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ ആ 100 പേര് ചേർന്ന് എഴുതിയ പുസ്തകത്തിൽ കുറച്ച് കാര്യങ്ങളുള്ളൂ. അപ്പോ അതിനകത്ത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ആദ്യത്തെ പാരഗ്രാഫ്, 4-ാം പടിയുടെ ആദ്യത്തെ പാരഗ്രാഫ് പറയുന്നത് ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് നമുക്ക് നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ ജന്മവാസനകള് നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മളുടെ, പ്രത്യേകിച്ച് നമ്മുടെ വിളവ് കൊയ്യുന്നതിനോ വീട് പണിയുന്നതിനോ അല്ലെങ്കിൽ പ്രത്യുൽപാദനം നടത്തുന്നതിനോ ഒക്കെ നൽകിയിരിക്കുന്നത് ചെറിയ ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ്. കാരണം വിളവ് ഇല്ലെങ്കിൽ ഫുഡ് ഉണ്ടാവില്ല, വീട് പണിയുന്നില്ലെങ്കിൽ ഷെൽട്ടർ ഉണ്ടാവില്ല, പ്രത്യുൽപാദനം നടക്കുന്നില്ലെങ്കിൽ ഭൂമിയിൽ താമസിക്കാനായിട്ട് ആളുകൾ ഉണ്ടാവില്ല. അപ്പൊ ഇത്തരം ജെന്യൂൻ ആയിട്ടുള്ള റീസണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആളുകൾ പെരുമാറുമ്പോഴാണ് അത് നമ്മൾ പറയില്ലേ ബോർഡർ ലൈൻ കട്ട് ചെയ്ത് പോകുന്നത്. അപ്പോ ലൈംഗിക ബന്ധത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വൈകാരികമായ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടോ സൗഹൃദത്തിന് വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ, ദൈവദത്തമായ കാര്യം കൃത്യമായിട്ട് ഉപയോഗിച്ചില്ലെങ്കിലാണ് നമുക്ക് ഈ പറയുന്ന ഫാൾട്ടുകളായിട്ട്, അത് ഡിഫക്ട്സ് ആയിട്ട് മാറുന്നത്. അപ്പോ ഇത്തരം ജന്മവാസനകളെ കൃത്യമായി മനസ്സിലാക്കി, അല്ലെങ്കിൽ അതൊരു നമ്മളുടെ കടമ എന്താണ്, ആ ജന്മവാസനകളുടെ മേലെ നമ്മുടെ കടമ എന്താണ്, അത് പരിധി വിട്ടു പോകാതെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, ഇത് തന്നെയാണ് 4-ാം പടി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ പഴയകാല കുറ്റവും കുറവും ഒക്കെ ഒരു പേപ്പറിൽ എഴുതി വെച്ച് അത് നോക്കിയിരിക്കാനായിട്ടല്ല. നമ്മൾക്ക് പറ്റിയ ചില അബദ്ധങ്ങൾ, ചില ക്യാരക്ടർ ഡിഫക്റ്റുകള് മാറ്റി പുതിയ ഒരു അടിസ്ഥാനത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ വഴിതെറ്റിപ്പോയിട്ടുള്ള പല കാര്യങ്ങള്, വഴിതെറ്റിപ്പോയിട്ടുള്ള നമ്മുടെ ഈ പറയുന്ന ജന്മവാസനകള്, വൈകാരിക പ്രശ്നങ്ങള്, ഇതൊക്കെ നമുക്ക് 4-ാം പടിയിൽ കണ്ടെത്താൻ കഴിയും. അപ്പൊ ഇങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ മാത്രമാണ് ഒരു ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പോ നമ്മൾ പല കാര്യങ്ങളും വളച്ചൊടിക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് രീതിയിൽ പല ബേസിക് ഇൻസ്റ്റിങ്ക്റ്റിനെയും നമ്മൾ ഉപയോഗിച്ച്, ചില സ്ത്രീകളോട് കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് നമ്മൾ ലൈംഗികമായി ഉപയോഗിച്ചു. അല്ലെങ്കിൽ നമ്മൾ ജോലി സ്ഥലത്ത് കുറച്ച് പണം കട്ടെടുത്തുകൊണ്ട്, അയാളുടെ കയ്യിൽ കുറെ പണം ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് ഞാൻ കട്ടെടുത്ത, എന്താണ് കുഴപ്പം, അങ്ങനെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആഹാരം നമ്മളുടെ കയ്യിലാക്കി, അങ്ങനെ പല രീതിയിലും നമ്മളിത് വളച്ചൊടിച്ചു. അപ്പൊ ഈ പോരായ്മകള് അല്ലെങ്കിൽ ഇത്തരം തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ കണക്കെടുപ്പിലൂടെയാണ്. അപ്പോ ഒരുപാട് ഉദാഹരണങ്ങള് അദ്ദേഹം പറയുന്നുണ്ട്. പണം സ്വരൂപിക്കുന്നത്, പണം സ്വരൂപിക്കുന്നത്, അതായത് താഴെ കൊടുത്തിരിക്കുന്ന പോലെ ലളിതമായ ഉദാഹരണങ്ങൾ നമ്മൾ അവയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അർത്ഥമായ ഒരു ലോകം തന്നെയുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടും. ഉദാഹരണമായി, ഒരാൾ മറ്റെന്തിനേക്കാളും പ്രാധാന്യം ലൈംഗിക കാര്യത്തിന് നൽകുന്നു എന്ന് കരുതുക. ഈ അവസ്ഥയിൽ അയാളെ അടക്കി ഭരിക്കുന്ന ഒരു ജന്മവാസന എന്ന് പറയുന്നത് ലൈംഗികതയാണ്. അപ്പൊ സാമ്പത്തിക സുരക്ഷിതത്വം വേണ്ട അയാൾക്ക് പണമായിരിക്കും എപ്പോഴും അയാളെ ഭരിക്കുന്നത്. അപ്പൊ ലൈംഗികത എപ്പോഴും ആഗ്രഹിക്കുന്ന ആൾക്ക് ലൈംഗികതയും, പണം എപ്പോഴും ആഗ്രഹിക്കുന്ന പണവും, അങ്ങനെ നമ്മുടെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ അതായിരിക്കും നമ്മളെ അടക്കി ഭരിക്കുന്നത്. അപ്പൊ ഈ ഭയം കൂടാതെയും ധാർമ്മിക നിലവാരം നിലനിർത്തണം എന്ന് പറയുമ്പോൾ തന്നെ ഈ കണക്കെടുപ്പ് ഒഴിവാക്കുന്നതിനായിട്ട് നമ്മൾ പല ഒഴിവുകൾ പറയും. മറ്റുള്ളവരാണ് കുറ്റക്കാര്. ഇപ്പൊ നമ്മളിപ്പോ രണ്ടാമത്തെ കോളത്തില് നമ്മൾ മറ്റുള്ളവരുടെ കുറ്റമാണല്ലോ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ എന്നോട് അങ്ങനെ പെരുമാറിയതുകൊണ്ടാണ്, അവരിങ്ങനെ പെരുമാറിയതുകൊണ്ടാണ്.
അപ്പൊ മറ്റുള്ളവരോട് മെച്ചമായി പെരുമാറിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ കുഴപ്പങ്ങൾ തീരുമെന്നായിരുന്നു നമ്മളുടെ ധാരണ. പക്ഷെ നമ്മള് എയിലെത്തുമ്പോ എന്താണ്? ആഹ് നം നമ്മള് നമ്മുടെ തെറ്റുകളാണ്. അവരാ അവരല്ല കുറ്റക്കാര്, നമ്മളാണ് കുറ്റക്കാരെന്ന ആശയമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഏഹ് പലപ്പോഴും മറ്റുള്ളവർ കുറ്റക്കാരായതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ശരിയായ തരത്തില് പെരുമാറാതെ പോയത് എന്നൊക്കെയാണ് നമ്മുടെ ചിന്ത. പക്ഷെ ഈ 4-ാം പടി നമ്മളെ പഠിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാല്, ആഹ് ആദ്യത്തെ 3 കോളം കഴിയുമ്പോൾ 4-ാമത്തെ കോളത്തിലേക്ക് എത്തുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാല്, നമ്മളുടെ തെറ്റുകളും കുറ്റങ്ങളും കണ്ടുപിടിക്കുക എന്നുള്ള ഒരാശയത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ആഹ് ചിലർക്ക് ഈ പറയുന്ന കണക്കെടുപ്പിന്റെ ആവശ്യമില്ലെന്ന് കരുതുന്നവരുടെ സ്പോൺസർ മറ്റൊരു പ്രശ്നം അഭിമുഖീകരിക്കുന്നു. ആത്മാഹങ്കാരത്തോടെ നടക്കുന്ന ആളുകൾ തങ്ങളുടെ ബാധ്യതകളോട് അബോധമായി അന്ധരാകുന്നു എന്നതാണ് അതിന് കാരണം. ഇത്തരം നവാഗതർക്ക് വിരളമായി ആശ്വാസപ്പെടുത്താൻ ആവശ്യമുള്ളൂ. തങ്ങളുടെ അഹംഭാവം പടുത്തുയർത്തിയ മതിലുകളിൽ വിവേകത്തിന്റെ വെളിച്ചത്തിന് കടന്നു വരാൻ പാകത്തിൽ ഒരു വിള്ളൽ കണ്ടെത്താൻ അവരെ സഹായിക്കേണ്ട പ്രശ്നമേ ഉള്ളൂ. അതൊക്കെ സ്പോൺസർ സഹായിക്കുന്ന ഒരു കാര്യം. കാരണം ഇത് എഴുതേണ്ട കാര്യമില്ല, ഇൻവെന്ററി എഴുതേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്ന പല ആളുകളോടും സ്പോൺസർ ആയിട്ടുള്ള ആള് സഹായിക്കുക എന്ന് ചെയ്യുമെന്നാണ് പറയുക. അപ്പൊ ഈ ആദ്യമായി എഐയിലെ ഭൂരിഭാഗം അംഗങ്ങളും അവരുടെ മദ്യപാന ദിനങ്ങളിൽ ആത്മന്യായീകരണത്തിന്റെ കടുത്ത വേദനകൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് അവരോട് പറയാൻ കഴിയണം. ഇപ്പൊ എക്സ്ക്യൂസസ്, അതായത് ലോട്ട് ഓഫ് എക്സ്ക്യൂസസ് ഇത് ചെയ്യാതിരിക്കാനായിട്ട് ആദ്യ നാളുകൾ മുതലേ അംഗങ്ങൾ ശ്രമിക്കാറുണ്ട്. നമ്മൾ ഭൂരിഭാഗം പേർക്കും ഒഴിവ് കഴിവുകളുടെ സൃഷ്ടാവായിരുന്നു ആത്മന്യായീകരണം. തീർച്ചയായും മദ്യപിക്കുന്നതിനും എല്ലാത്തരം ഭ്രാന്തൻ നശീകരണ പെരുമാറ്റങ്ങൾക്കും ഒഴിവുവഴികൾ തെളിവുകൾ സൃഷ്ടിക്കുന്നത് ഞങ്ങളൊരു കലയാക്കി മാറ്റി. അപ്പൊ മദ്യപിക്കുന്ന കാലത്തും നമ്മൾ ഈ ഒഴിവുകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് മദ്യപിക്കേണ്ടി വന്നു. എന്തുകൊണ്ടെന്നാൽ സമയം നല്ലതായാലും മോശമായാലും ഞങ്ങൾക്ക് മദ്യപിക്കേണ്ടിയിരുന്നു. അപ്പൊ വീട്ടിൽ ഞങ്ങൾ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്നേഹമേ കിട്ടിയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് മദ്യപിക്കേണ്ടി വന്നു. തൊഴിലിൽ ഞങ്ങൾ വലിയ വിജയങ്ങളോ കടുത്ത പരാജയങ്ങളോ വന്നു, അപ്പോഴും നമ്മൾ മദ്യപിച്ചു. നമ്മുടെ രാജ്യം യുദ്ധം ജയിക്കുകയോ തോൽക്കുകയോ ചെയ്തപ്പോഴും നമ്മൾ മദ്യപിച്ചു. അങ്ങനെ ഒരുപാട് ഒഴിവൊഴികൾ പറയുന്നതിൽ മിടുക്കന്മാരാണ് മദ്യാസക്തരായ നമ്മൾ ഓരോരുത്തരും. അവസ്ഥകളാണ് ഞങ്ങളെ മദ്യപാനത്തിലേക്ക് നയിച്ചതെന്ന് നാം ചിന്തിച്ചു. ഇത്തരം അവസ്ഥകളെ നേരെയാക്കാൻ ഞങ്ങൾ ശ്രമിച്ചപ്പോൾ പൂർണ്ണമായും തൃപ്തികരമായി അതിന് കഴിയില്ലെന്ന് ഞങ്ങൾ കണ്ടെത്തി. ഞങ്ങളുടെ മദ്യപാനം കൈവിട്ടു പോവുകയും ഞങ്ങൾ മദ്യപരായി മാറുകയും ചെയ്തു. അവസ്ഥകൾ എന്തു തന്നെയായാലും അവയെ നേരിടാൻ ഞങ്ങൾ സ്വയം മാറേണ്ടതുണ്ട് എന്ന് ഞങ്ങൾക്ക് ഒരിക്കലും തോന്നിയില്ല. അപ്പൊ ഈ അവസ്ഥകളെ നേരിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വയം മാറുന്നത്. പഴയ ഷിബുവിൽ നിന്ന് പുതിയ ഷിബുവിലേക്ക്, അല്ലെങ്കിൽ ഓരോരുത്തരും അവരവരുടെ പഴയ ആറ്റിറ്റ്യൂഡിൽ നിന്ന്, മനോഭാവത്തിൽ നിന്ന് പുതിയ മനോഭാവത്തിലേക്ക് മാറേണ്ടതുണ്ട്. പക്ഷെ എത്തിയപ്പോൾ ഞങ്ങളുടെ പ്രതികാരവാജ്ഞ നിറഞ്ഞ നീരസങ്ങളെയും ആത്മനിന്ദയോടും നീതീകരിക്കാനാകാത്ത അഹങ്കാരത്തോടും എന്തെങ്കിലും ചെയ്യണമെന്ന് ഞങ്ങൾ മെല്ലെ പഠിച്ചു തുടങ്ങി. സ്ലോവിലിയാണ്. ഞങ്ങൾ വൻ തോക്കുകളാകാൻ ശ്രമിച്ചപ്പോഴൊക്കെ ആൾക്കാർ ഞങ്ങൾക്കെതിരെ തിരിഞ്ഞുവെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കേണ്ടി വന്നു. വൻ തോക്കുകളാകാൻ ശ്രമിക്കുന്ന മറ്റുള്ളവരുടെ മേത്തേക്ക് കയറുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നുള്ളത്. ഞങ്ങൾ അമർഷം വച്ചു പുലർത്തിയപ്പോൾ, തോൽവികൾക്ക് പ്രതികാരം ചെയ്യാൻ പദ്ധതിയിട്ടപ്പോൾ, മറ്റുള്ളവർക്കെതിരെ പ്രയോഗിക്കാൻ നാം കരുതി വെച്ചിരുന്ന കോപത്തിന്റെ ഗത കൊണ്ട് ഞങ്ങൾ സത്യത്തിൽ നമ്മെ തന്നെ പ്രഹരിക്കുകയായിരുന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കേണ്ടി വന്നു. ഞങ്ങൾ ഗുരുതരമായി അസ്വസ്ഥരായിരുന്നപ്പോൾ അസ്വസ്ഥതയ്ക്ക് കാരണമാരെന്നോ എന്തെന്നോ പരിഗണിക്കാതെ അത് ശാന്തമാക്കിയാണ് ആദ്യത്തെ ആവശ്യമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അസ്ഥിരമായ വികാരങ്ങൾ നമ്മെ എങ്ങനെ ഇരകളാക്കി എന്ന് മനസ്സിലാക്കുന്ന ഒരുപാട് സമയമെടുത്തു. അതുകൊണ്ട് തന്നെ വളരെ പതുക്കെയും ആദ്യമായി ഇത്തരം പോരായ്മകൾ പലതും ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വന്നു. അപ്പൊ നമുക്ക് എത്തിക്കഴിഞ്ഞപ്പോ പല പോരായ്മകളും അംഗീകരിക്കേണ്ടി വന്നു. നീരസമുണ്ട്, ആത്മനിന്ദയുണ്ട്, സഹതാപമുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇത്തരം വെളിപ്പെടുത്തുകൾ വേദനാജനകവും അപമാനകരമാണെങ്കിൽ പോലും മറ്റാൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ചിന്തയിലും സംസാരത്തിലും കുറ്റപ്പെടുത്തുക എന്ന പദം ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക എന്ന പദം നമ്മൾ 3-ാമത്തെ കോളം കഴിയുമ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക എന്ന പരിപാടി നമ്മൾ ഉപേക്ഷിക്കുകയാണ് 4-ാമത്തെ കോളത്തിലേക്ക് കയറുമ്പോൾ. ഇതിന് പ്രാരംഭത്തിൽ തന്നെ വലിയ സന്നദ്ധത ആവശ്യമുണ്ട്. പക്ഷെ ആദ്യത്തെ 2-3 വലിയ തടസ്സങ്ങൾ തരണം ചെയ്ത് കഴിയുമ്പോൾ ശേഷിക്കുന്ന പ്രക്രിയ എളുപ്പമായി തുടങ്ങുന്നത് കാണാം. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ വീക്ഷിച്ചു തുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് വിനയം ഏറിക്കൊണ്ടിരിക്കുന്നു. നമുക്കൊരു ഹ്യൂമിലിറ്റി, എളിമ കടന്നു വന്നിരിക്കുന്നു. തീർച്ചയായും വിഷാദവാന്മാരും അധികാരമോഹികളും വ്യക്തിത്വത്തിന്റെ 2 ധ്രുവങ്ങളാണ്. മുഴുവൻ ലോകത്തിലും എഐയിലും ഇത്തരക്കാർ ധാരാളമുണ്ട്. അതായത് അധികാരമോഹികളുണ്ട്, വിഷാദവാന്മാരുണ്ട്, ഇവിടെ ലോകത്തിലുള്ള എഐയിലും
മുഴുവൻ ലോകത്തിലും എഐയിലും ഇത്തരം അപ്പൊ പുറം ലോകത്തും ഉണ്ട്, എഐയിലും ഉണ്ട് ഇത്തരക്കാർ ധാരാളമുണ്ട്. പലപ്പോഴും ഇത്തരം വ്യക്തിത്വങ്ങൾ തന്നിരിക്കുന്ന ഉദാഹരണങ്ങൾ പോലെ വ്യക്തമായി നിർവചിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ പലപ്പോഴും നമ്മളിൽ പലരും ഈ രണ്ടിനങ്ങളിലും ഉൾപ്പെടുന്നവരാകുന്നു. മനുഷ്യർ ഒരിക്കലും തികച്ചും ഒരുപോലെയല്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഒരു കണക്കെടുപ്പ് നടത്തുമ്പോൾ തന്റെ വ്യക്തിപരമായ പെരുമാറ്റ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നിർണ്ണയിക്കേണ്ടത് ആവശ്യമായി വരും. പിന്നെ അടുത്ത വാക്ക് പറയുന്നത് തനിക്കിണങ്ങുന്ന ചെരുപ്പുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ അയാൾ അതും അണിഞ്ഞ് ഒടുവിൽ താൻ നേരായ വഴിയിലെത്തിയിരിക്കുന്ന എന്ന ആത്മവിശ്വാസത്തോടെ നടക്കാൻ തുടങ്ങണം. അപ്പോ ദൂഷ്യങ്ങളുടെ പട്ടിക യുടെ ആവശ്യകതയെ പറ്റി നമുക്ക് ചിന്തിക്കാം. ഈ പലർക്കും ഈ മതപരമായിട്ട് പരിശീലനമൊക്കെ ശ്രദ്ധ ശിഷ് ഞാനൊക്കെ ചെറുപ്പത്തിൽ മുതലേ ഈ മതപരമായ ക്ലാസ്സുകൾക്ക് പോകുമ്പോൾ ധാർമ്മിക തത്വങ്ങളുടെ ഗുരുതരമായ ലംഘനങ്ങൾ ഉൾക്കൊള്ളുന്നതാകാം ഇത്തരം പട്ടിക. ചിലർ ഇതിനെ സ്വഭാവ ദൂഷ്യങ്ങളുടെ പട്ടികയായി കരുതിയേക്കാം. പൊരുത്തക്കേടുകളുടെ പട്ടികയായി ഇതിനെ കാണുന്നവരുണ്ട്. അധാർമികതയെക്കുറിച്ച് സംസാരം ഉണ്ടാകുമ്പോൾ തന്നെ അലസോരപ്പെടുന്നവരുമുണ്ട്. പാപത്തിന്റെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലസോരപ്പെടുന്നവരുണ്ട്. വിവേകം കുറഞ്ഞവർ പോലും അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ മദ്യപാനികൾ ധാരാളം തെറ്റുകളുണ്ടെന്നും സുബോധവും പുരോഗതിയും ജീവിതവുമായി പൊരുത്തപ്പെടാനുള്ള യഥാർത്ഥ കഴിവും ഞങ്ങൾ പ്രതീക്ഷിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോ ഈ പോരായ്മകളെ വിളിക്കപ്പെടേണ്ട പേരുകളെ ചൊല്ലി ആശയക്കുഴപ്പം ഒഴിവാക്കുന്നതിന് വേണ്ടി മനുഷ്യന്റെ പ്രധാന വീഴ്ചകളെ കുറിച്ച് സർവ്വദേശീയമായി അംഗീകരിക്കപ്പെട്ട പട്ടിക നമുക്കെടുക്കാം. അപ്പൊ അടുത്തത് ഒരു 7 പാപങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. 7 മാരക പാപങ്ങൾ. നമുക്കറിയാം ക്രിസ്ത്യൻ ബൈബിളിലൊക്കെ ഇതുള്ളതാണ്. അതിനു മുമ്പ് ഗ്രീക്ക് അന്നത്തെ കാലത്ത് ഗ്രീക്കുകാരൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയാം ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ. അപ്പൊ അഹങ്കാരം, അത്യാഗ്രഹം, കാമം, കോപം, ആർത്തി, അസൂയ, അലസത, ഇതാണ് 7 പാപങ്ങൾ. ഈ ഘോഷയാത്രയിൽ അഹങ്കാരം തലപ്പത്ത് വരുന്നത് യാദൃശ്യമല്ല. അപ്പൊ 7 പാപങ്ങളിൽ അഹങ്കാരമാണ് ആദ്യം വന്നിരിക്കുന്നത്. ബോധമോ അബോധമോ ആയ ഭയങ്ങളാൽ പ്രോത്സാഹിക്കപ്പെട്ട് സ്വയം നീതീകരണത്തിൽ നയിക്കുന്ന അഹങ്കാരമാണ് യഥാർത്ഥ പുരോഗതിയുടെ പ്രധാന തടസ്സം. അപ്പൊ പുരോഗതിയുടെ പ്രധാന തടസ്സം എന്താണ്? അഹങ്കാരമാണ്, പ്രൈഡ്. മനുഷ്യന്റെ ഭൂരിഭാഗം ബുദ്ധിമുട്ടുകളുടെയും അടിസ്ഥാനവും ദൈവദത്തമായ ജന്മവാസനകൾ ദുർവിനിയോഗം ചെയ്യാതെ അല്ലെങ്കിൽ വളച്ചൊടിക്കാതെ നിറവേറ്റാനാകാതെ ആവശ്യങ്ങൾ നമ്മളോട് തന്നെയും മറ്റുള്ളവരോടും ഉയർത്തുന്നതിലേക്ക് അഹങ്കാരം നമ്മെ ആകർഷിക്കുന്നു. അതായത് ദൈവദത്തമായിട്ടുള്ള ലൈംഗികത അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന പല ജന്മവാസനകൾ ദുർവിനിയോഗം ചെയ്യാതെ അല്ലെങ്കിൽ വളച്ചൊടിക്കാതെ നിറവേറ്റാനാകാത്ത ആവശ്യത്തിൽ നമ്മോട് തന്നെയും മറ്റുള്ളവരും ഉയർത്തുന്നതിലേക്ക് അഹങ്കാരം നമ്മെ ആകർഷിക്കുന്നു. സമൂഹത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും ലൈംഗികതയുടെയും ജന്മവാസനകൾ തൃപ്തിപ്പെടുത്തുന്നതിന് നമ്മുടെ ജീവിതത്തിന്റെ ഒരേ ഒരു ലക്ഷ്യമായി മാറുമ്പോൾ പരിധിപ്പെടുന്ന ധാരാളിത്വത്തെ നീതീകരിക്കുന്ന അഹങ്കാരം മുന്നോട്ട് വരുന്നു. അപ്പൊ അഹങ്കാരമാണ് ഏറ്റവും ആദ്യമായിട്ട് വരുന്നത്. അപ്പൊ ഈ പരാജയങ്ങളെല്ലാം അവയുടേതായ രീതിയിൽ ഭയവും ആത്മദുരതയും സൃഷ്ടിക്കുന്നു. പിന്നെ ഭയം ക്രമേണ കൂടുതൽ പെരുമാറ്റ വൈകല്യങ്ങൾ സൃഷ്ടിക്കുന്നു. നമ്മുടെ ജന്മവാസങ്ങളെ തൃപ്തിപ്പെടുത്താനാവില്ല എന്ന അകാരണമായ ഭയം മറ്റുള്ളവരുടെ സ്വത്തിനെ കാക്ഷിക്കുന്നതിലേക്കും. അപ്പൊ എന്താണ്? നമുക്ക് സെക്യൂരിറ്റി ഇല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ സ്വത്ത് നമുക്കാക്കുന്നതിലേക്കും അധികാരം, ലൈംഗികത കാമിക്കുന്നതിലേക്കും നമ്മുടെ ജന്മസിദ്ധമായ ആവശ്യകതകൾ ഭീഷണിപ്പെടുമ്പോൾ കോപം വരുന്നതിലേക്കും നമ്മുടെ ഉത്കർഷിച്ച സഫലമാകാതെയും മറ്റുള്ളവരുടേത് സഫലമാകുകയും ചെയ്യുമ്പോൾ അസൂയപ്പെടുന്നതിലേക്കും നമ്മെ നയിക്കുന്നു. ഭാവിയിൽ നമുക്ക് ആവശ്യത്തിനുണ്ടാവില്ല എന്ന ഭയത്താൽ ഇപ്പോൾ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷിക്കുകയും കുടിക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ കുറെ സേവ് ചെയ്യുന്നു. ജോലിയുടെ സാധ്യതയിൽ യഥാർത്ഥമായ ഭയത്തോടെ നമ്മൾ മടി പിടിച്ചു നിന്നു. ഞങ്ങൾ സമയം പാഴാക്കുകയും കാലവിളംബം വരുത്തുകയും ചെയ്തു. ഇനി അങ്ങേയറ്റം പകുതി മനസ്സോടെ പോലും പോയിക്കൊണ്ട് ജോലി ചെയ്തു. നാം പണി കഴിപ്പിക്കാൻ ശ്രമിക്കുന്ന ജീവിതത്തിന്റെ അസ്ഥിവാരത്തെ ആർത്തിയോടെ വിഴുങ്ങുന്ന ചിതലകളാണ് ഇത്തരം ഭയങ്ങൾ. അപ്പൊ നമുക്ക് ഫ്യൂച്ചറിൽ സ്വത്തുണ്ടാവില്ല എന്ന് വെച്ചിട്ട് വീണ്ടും നമ്മൾ ഇത് സ്വരുക്കൂട്ടാനും മറ്റുള്ളവർ ഉപദ്രവിക്കാനൊക്കെ തുടർന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ഭയമാണ് അതിന്റെ പ്രധാന കാര്യം. അത് നമ്മളെ ജീവിതത്തിന്റെ അസ്ഥിവാരത്തെ ആർത്തിയോടെ വിഴുങ്ങുന്ന ചിതലുകളാണ് ഈ ഭയങ്ങൾ എന്നാണ് പറയാ. അതുകൊണ്ട് തന്നെ ഭയരഹിതമായ ഒരു കാർമ്മിക കണക്കെടുപ്പാണ് നിർദ്ദേശിക്കുന്നത്. തനിക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ ഉപരിയാണ്. അപ്പൊ മെമ്പർ പറയുന്നത് തന്നെ തനിക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ ഉപരിയായിട്ടാണ് ഇത് ചെയ്യുന്നത്. തന്റെ തന്നെ ഉള്ളിലേക്ക് അവൻ നോക്കാൻ ശ്രമിക്കുന്ന ഓരോ തവണയും അവന്റെ അഹങ്കാരവും ഭയവും അവനെ പിന്നിലേക്ക് വലിക്കുന്നു. അഹങ്കാരം എന്താ പറയാ? നീ വഴി കടന്നു പോകണ്ട, അല്ലെങ്കിൽ ഈ ഇൻവെന്ററി എടുക്കേണ്ട ആവശ്യമില്ല. ഭയം എന്താ പറയുന്നത്? നീ അങ്ങോട്ട് നോക്കുപോലും ചെയ്യരുത്. സത്യത്തിൽ ഒരു ധാർമ്മിക കടപ്പ് നടത്തിയ അംഗത്തിന്റെ തെളിവ് എന്നത് ഇത്തരത്തിലുള്ള ഭയവും അഹങ്കാരവും ഉമ്മാക്കിയല്ലാതെ മറ്റൊന്നുമായി മാറിയില്ല എന്നുള്ളതാണ്. അത് വെറുതെ
പറയുന്നതായിട്ടാണ് പറയുക. അപ്പോ മറ്റൊരു അംഗത്തിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് വെറുതെ നമുക്ക് തോന്നുന്നതാണ്. കണക്കെടുപ്പ് നടത്തുന്നതിന് പരിപൂർണമായ സന്നദ്ധത നമുക്കുണ്ടെങ്കിൽ, ആ ജോലി ഭംഗിയായി ചെയ്യുന്നതിന് വേണ്ടി നാം സജ്ജരാക്കുന്നുവെങ്കിൽ, മൂടൽമഞ്ഞ് നിറഞ്ഞ ഈ രംഗത്തിൽ അത്ഭുതകരമായ ഒരു വെളിച്ചം വീഴുന്നു. അപ്പൊ നമുക്കൊരു ഷാഡോ ആണെങ്കിലും നമ്മൾ തയ്യാറായി കഴിഞ്ഞാല് നമുക്കൊരു വെളിച്ചം വരും. ആ മൂടൽമഞ്ഞ് നിറഞ്ഞ സ്ഥലത്തേക്ക് ഒരു വെളിച്ചം വരും നമ്മൾ തയ്യാറാകുമ്പോൾ. നമ്മൾ തുടരുമ്പോൾ ഒരു പുതുപുത്തൻ ആത്മവിശ്വാസത്തോടെ നിൽക്കുന്നു. അപ്പൊ നമ്മൾ ചെറുതായിട്ടെങ്കിലും ഇത് തുറന്നാൽ മതി. അപ്പൊ ഒരു പുതുപുത്തൻ ആത്മവിശ്വാസം വരും, ഒരു ആശ്വാസം വരും. ഇപ്പൊ 4-ാം പടിയുടെ ആദ്യ ഫലങ്ങൾ ഇത് തന്നെയാണ്. ഈ സമയം കൊണ്ട് നവാഗതൻ താഴെ പറയുന്ന നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരും. വഴിതെറ്റിപ്പോയ ജന്മവാസനകൾ പ്രതിനിധീകരിക്കുന്ന തന്റെ പെരുമാറ്റ ദൂഷ്യത്തിലാണ് തന്റെ മദ്യപാനത്തിന്റെയും ജീവിതത്തിന്റെയും പരാജയത്തിന്റെയും പ്രാഥമിക കാരണം. അപ്പൊ ജന്മവാസനകളുടെ വഴിതെറ്റിയ ഉപയോഗമാണ് തന്റെ മദ്യപാനത്തിന്റെ കാരണമെന്ന് അവന് മനസ്സിലാവും. വളരെ വഷളായ ഇത്തരം കുറവുകളെ ഇല്ലാക്കുന്നതിന് വേണ്ടി കഠിനമായി ശ്രമിക്കാൻ ഇപ്പോൾ അവൻ സന്നദ്ധനായില്ലെങ്കിൽ സുബോധവും കിട്ടില്ല, മനസമാധാനവും കിട്ടാനില്ല. തന്റെ ജീവിതത്തിന്റെ തെറ്റായ അസ്ഥിവാരത്തെ പൊളിച്ചു കളഞ്ഞിട്ട് ഉറച്ച പാറമേൽ അത് പുതുക്കി പണിയണം. തന്റെ കുറവുകൾ അന്വേഷിച്ച് തുടങ്ങാൻ ഇപ്പോൾ സന്നദ്ധത കാണിക്കുന്ന അയാൾ ചോദിക്കുക, ഞാൻ എങ്ങനെയാണ് ഇതിലേർപ്പെടേണ്ടത്? ഞാൻ തന്റെ കണക്കെടുക്കേണ്ടത് എങ്ങനെയാണ്? ഇപ്പോ 4-ാം പടി എന്താണ്? ഒരു ആജീവനാന്ത പരിശീലനത്തിന്റെ തുടക്കമാണ്. കാരണം നമുക്ക് ഡെയിലി ഇൻവെന്ററി ഉണ്ട്. 10-ാം പടിയിൽ നമുക്ക് എത്തുമ്പോഴത്തേക്കും നമുക്ക് ഡെയിലി ഇൻവെന്ററി ഉണ്ട്. 4-ാം പടി ഒരു തുടക്കം മാത്രമാണ്. 4-ാം പടി ഒരു ആജീവനാന്ത പരിശീലനത്തിന്റെ തുടക്കമാണ്. അപ്പൊ നമ്മൾ പഴയ കാലത്തെ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെയാണ് കണ്ടെത്തുന്നത് 4-ാം പടിയിൽ. പിന്നീട് നമ്മൾ അങ്ങ് തുടരുകയാണ്. 10-ാം പടിയിൽ എത്തുമ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പൊ അയാൾ ആദ്യം തന്റെ അങ്ങേയറ്റം കുഴപ്പം പിടിച്ചതും തെളിഞ്ഞു കാണാവുന്നതുമായ സ്വകാര്യ കുറവുകളെ ആദ്യം മനസ്സിലാക്കണമെന്ന് അയാളോട് നിർദ്ദേശിക്കുന്നു. അപ്പൊ തന്റെ കുഴപ്പം എന്താണ്, തന്റെ പ്രശ്നം എന്താണ്, തന്റെ കുറവുകൾ എന്താണെന്ന് ആദ്യം അയാൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായിരുന്നു ശരി, ഞാൻ ചെയ്യേണ്ടത് എന്തായിരുന്നു ശരി, എന്തായിരുന്നു തെറ്റ് എന്നുള്ള ഒരു വിലയിരുത്തലുകൾ അദ്ദേഹം നടത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സമൂഹത്തിനും അവനവന്റെ സുരക്ഷിതത്തിനും ലൈംഗികതയ്ക്കുമുള്ള തന്റെ ജന്മവാസനകളെ പല രീതിയിൽ ദുരുപയോഗിച്ചിട്ടുണ്ടെന്ന് അയാൾ മനസ്സിലാക്കുകയും അത് അയാൾ ഒരു പട്ടികയാക്കുകയും ചെയ്യണം. അപ്പൊ ഈ ലൈംഗിക ബന്ധത്തിലുള്ള തന്റെ സ്വാർത്ഥ പ്രയാണം മറ്റുള്ളവരെയും എന്നെയും തകർത്തു. ഏതൊക്കെ ആൾക്കാരെ എങ്ങനെ മോശമായി മുറിപ്പെടുത്തി? ഞാൻ എന്റെ വിവാഹത്തെ തകർക്കുകയോ എന്റെ കുട്ടികളെ മുറിവേൽപ്പിക്കുകയോ ചെയ്തോ? സമുദായത്തിലുള്ള എന്റെ നിലനിൽപ്പ് ഞാൻ അപായപ്പെടുത്തി. അപ്പൊ ഒരു സമൂഹത്തില് നമുക്കറിയാം, അവിടെയൊക്കെ നമ്മൾ എന്തെങ്കിലും മൂടിപ്പെടുത്തി. ആ സമയത്ത് ഇത്തരം സാഹചര്യങ്ങൾ ഞാൻ എങ്ങനെ പ്രതികരിച്ചു? ഒന്നിനും കെടുത്താനാകാത്ത കുറ്റബോധത്താൽ ഞാൻ നീറിയോ? ഞാൻ വേട്ടയാടപ്പെടുകയായിരുന്നുവെന്നും വേട്ടക്കാരനല്ലാതായിരുന്നുവെന്നും അതിനാൽ എന്നെ കുറ്റവിമുക്തനാക്കണമെന്നും ഞാൻ നിർബന്ധിച്ചോ? ലൈംഗിക വിഷയങ്ങൾ അതൃപ്തിയോട് ഞാൻ എങ്ങനെ പ്രതികരിച്ചു? നിഷേധിക്കപ്പെട്ടപ്പോൾ ഞാൻ പ്രതികാരദാഗിയായോ വിഷാദവാനായോ? ഞാൻ മറ്റുള്ളവരുടെ നേരെ അത് പുറത്തെടുത്തോ? വീട്ടിലെ നീരസമോ നിർവികാരതയോ ലൈംഗിക അരാജകത്തിന്റെ കാരണമായി ഞാൻ ഉപയോഗിച്ചോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് സെക്സിനെ കുറിച്ച് അവിടെ ചോദിക്കുക. അപ്പോ പിന്നീട് സാമ്പത്തികവും മറ്റേ ഫിനാൻഷ്യൽ കാര്യങ്ങൾ, സാമ്പത്തികവും വൈകാരികമായ സുരക്ഷിതത്തെ കുറിച്ച് സംബന്ധിച്ച് ഞങ്ങളുടെ പെരുമാറ്റത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ഭൂരിഭാഗം മദ്യപാനികൾക്കും പ്രധാനപ്പെട്ടതാണ്. ഇത്തരം മേഖലകളിൽ ഭയം, അത്യാഗ്രഹം, സ്വാർത്ഥമായ ഉടമസ്ഥത, അഭിമാനം എന്നിവ ഞങ്ങൾക്ക് പരമാവധി ദൂഷ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. തന്റെ കച്ചവടത്തിന്റെയോ ഉദ്യോഗത്തിന്റെയോ ചരിത്രം പരിശോധിക്കുമ്പോൾ മിക്കവാറും ഏതൊരു മദ്യപനും ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും. അതായത് അവൻ ഏതെങ്കിലും ബിസിനസ് നടത്തുന്നവനാണ്, എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ അവനത് കണക്കെടുക്കേണ്ടി വരും. തന്റെ മദ്യപാന പ്രശ്നത്തിന് പുറമെ തന്റെ സാമ്പത്തിക അസ്ഥിതിക്ക് കാരണമായ മറ്റ് സ്വഭാവങ്ങൾ എന്തൊക്കെ? അതായത് കള്ളുകൂടി കൂടാതെ ചീട്ടുകളി, കള്ളുകൂടി കൂടാതെ മറ്റു പല പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ കണക്കെടുപ്പിലേക്ക് കടത്തിക്കൊണ്ടുവരേണ്ടി വരും. എന്റെ ജോലിയോടുള്ള എന്റെ ചേർച്ചയെക്കുറിച്ചുള്ള ഭയവും അപകർഷതാബോധവും എന്റെ ആത്മവിശ്വാസവും തകർക്കുകയും എന്നെ സംഘർഷം കൊണ്ട് നിറയ്ക്കുകയൊക്കെ ചെയ്തോ? പറഞ്ഞു പറ്റിച്ചും ചതിച്ചും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഓടി ഒളിച്ചും അപര്യാപ്തമായ ഇത്തരം വികാരങ്ങളെ മൂടിവെക്കാൻ ഞാൻ ശ്രമിച്ചോ? അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയിട്ട് എന്റെ ശരിക്കും മികച്ച കഴിവുകൾ തിരിച്ചറിയുന്നതിൽ മറ്റുള്ളവർ പരാജയപ്പെട്ടെന്ന് കരുതിയോ? ഞാൻ എനിക്ക് അമിത പ്രാധാന്യം നൽകി വലിയവൻ കളിച്ചിട്ടുണ്ടോ? സഹോദ്യോഗസ്ഥരെ ചതിച്ചോ? അവർക്കെതിരെ തുരങ്കം വെച്ചോ? അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങളാണ് ഈ പറയുന്ന ഓഹരി വിപണികളിൽ കുതിരപ്പന്തയെ പോലെ പെട്ടെന്ന് പണം കിട്ടുന്ന കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടോ? ഞാൻ പിശുക്കനായിരുന്നോ? അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങൾ വളഞ്ഞ വഴി സ്വീകരിച്ചോ എന്നൊക്കെ നമ്മൾ ഈ ഫിനാൻഷ്യൽ കാര്യങ്ങൾ എടുക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങൾ ഭൂരിഭാഗവും തങ്ങൾക്ക് ബാധകമാണെന്ന് ഏതായാലും ബിസിനസ്സുകാരായ സ്ത്രീകൾ സ്വാഭാവികമായും കണ്ടെത്തും. പക്ഷേ മദ്യപാനിയായ വീട്ടമ്മയ്ക്കും കുടുംബത്തെ സാമ്പത്തിക അരിഷ്ടത്തിൽ എത്തിക്കാനും കഴിയും. കാരണം മദ്യപാനിയായ വീട്ടമ്മയാണെങ്കിലോ
കുടുംബത്തില് സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാവില്ല. അവർക്ക് വീട്ടു സാധനങ്ങൾ കടം മേടിക്കുന്ന കണക്കുകൾ തിരിമറി നടത്താൻ കഴിയും. ഭക്ഷണാവശ്യങ്ങൾക്ക് പണം ദുർവിനിയോഗം ചെയ്യാൻ കഴിയും. വൈകുന്നേരങ്ങളിൽ ചീട്ട് കളിച്ച് ചെലവാക്കാൻ കഴിയും. ധാരാളത്തിൽ നിന്ന് പാഴാക്കി കളയുന്നതിലൂടെ നിരുത്തരവാദത്തിലൊരിക്കലും തന്റെ ഭർത്താവിനെ കടക്കെണിയിലാക്കാനായിട്ട് അവർക്ക് കഴിയും. അപ്പൊ ഭാര്യമാര് സ്ത്രീകളായിട്ടുള്ള മദ്യാസക്തിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോ ആഹ് പിന്നീട് പറയുന്നതിന് മദ്യപിച്ച് തൊഴിലും കുടുംബവും കൂട്ടുകാരും ഒക്കെ നഷ്ടപ്പെട്ട എല്ലാ മദ്യപാനികളും തങ്ങളുടെ വ്യക്തിത്വത്തിന്റെ കുറവുകൾ എങ്ങനെ ഞങ്ങളുടെ സുരക്ഷിതത്വം തകർത്തുവെന്ന് നിർണ്ണയിക്കുന്നതിന് വേണ്ടി കാരുണ്യരഹിതമായ ഒരു ക്രോസ് വിസ്താരം സ്വയം നടത്തേണ്ടി വരും. അപ്പൊ തൊഴില്, എംപ്ലോയ്മെന്റ്, ഫാമിലി, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇതെല്ലാം നഷ്ടപ്പെടുത്തിയ മദ്യപാനികള് തന്റെ വ്യക്തിത്വത്തിന്റെ കുറവുകളിലൂടെ അവരെയൊക്കെ എങ്ങനെ നഷ്ടപ്പെടുത്തിയെന്ന് ഒരു കണക്കെടുക്കേണ്ടി വരും 4-ാം പടിയില്. അടുത്തത് എന്താണ്? പിന്നെ പറയുന്നത് വൈകാരിക സുരക്ഷിതത്വം, ഇമോഷണൽ സ്റ്റെബിലിറ്റി, അരക്ഷിതാവസ്ഥയെ കുറിച്ചാണ്. സങ്കടം, കോപം, സ്വയാനുകമ്പ, വിഷാദം തുടങ്ങിയവ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്ന് തോന്നുന്നതും മറ്റു ചിലപ്പോൾ ബാഹ്യവുമായ കാരണങ്ങളിൽ നിന്നാണ് ഇവ ഉത്ഭവിക്കുന്നത്. ഇത്തരത്തിലൊരു കണക്കെടുപ്പ് നടക്കുമ്പോൾ തുടർച്ചയായി അല്ലെങ്കിൽ ആവർത്തിച്ചുള്ള കുഴപ്പമുണ്ടാകുന്ന ചില വ്യക്തിപരമായ ബന്ധങ്ങളുടെയും ശ്രദ്ധാപൂർവം പരിഗണിക്കേണ്ടതുണ്ട്. ജന്മവാസനകൾക്ക് ഭീഷണിയാവുന്ന എവിടെയും ഇത്തരത്തിലുള്ള ഒരു അരക്ഷിതാവസ്ഥ ഉടലെടുക്കണമെന്ന് ഓർമ്മിക്കേണ്ടതുണ്ട്. ഈ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ചോദ്യം ചെയ്യൽ ഇത്തരത്തിലായിരിക്കും. ഭൂതകാലവും വർത്തമാനകാലവും പരിഗണിക്കുമ്പോൾ എനിക്ക് ഉത്കണ്ഠയും നീരസവും അതൃപ്തിയും വിഷാദവും ഒക്കെ ഉണ്ടാക്കിയ ലൈംഗിക സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഓരോ സാഹചര്യവും കൃത്യമായി വിലയിരുത്തുമ്പോൾ എവിടെയാണ് എനിക്ക് പിഴച്ചെന്ന് കാണാൻ കഴിയുമോ? സ്വാർത്ഥതയോ ന്യായീകരിക്കാനാവാത്ത ആവശ്യങ്ങൾ കാരണമാണോ? അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പെരുമാറ്റം കൊണ്ടാണ് എനിക്ക് ശല്യമുണ്ടാകുന്നതെങ്കിൽ എനിക്ക് മാറ്റാനാകാത്ത സാഹചര്യങ്ങൾ അംഗീകരിക്കാനുള്ള കഴിവ് എനിക്കില്ലാത്ത എന്തുകൊണ്ടാണ്? തന്റെ അസ്വസ്ഥതയുടെ ഉറവിടം വെളിപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള അടിസ്ഥാനപരമായ ചോദ്യങ്ങളാണിവ. എനിക്ക് എന്റെ പെരുമാറ്റം മാറ്റാൻ കഴിയുമോ? പ്രശാന്തമായ ആത്മാവിന്റെ അച്ചടക്കവുമായി എനിക്ക് പൊരുത്തപ്പെടാനാകുമോ എന്നുള്ളതാണ് ആ പാരഗ്രാഫിൽ അവർ ചോദിക്കുന്നത്. സാമ്പത്തിക അരക്ഷിതാവസ്ഥ ഇതേ വികാരങ്ങൾ തുടർച്ചയായി വരുന്നു. തന്റെ പിഴവുകൾ എന്നെ കരുളുന്ന ഉത്കണ്ഠകളെ ഊട്ടിവളർത്തിയെന്ന് എനിക്ക് എന്നോട് ചോദിക്കാൻ കഴിയും. മറ്റുള്ളവരുടെ പ്രവർത്തികൾ ഈ കാരണത്തിന്റെ ഭാഗമാണെങ്കിൽ അതിനെപ്പറ്റി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? സംഗതികളുടെ വർത്തമാന കാലാവസ്ഥ മാറ്റാൻ എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ അവസ്ഥകൾക്കനുസരിച്ച് ജീവിതം രൂപപ്പെടുത്താനാവും ആവശ്യമായ മാർഗങ്ങൾ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാകുമോ? പിന്നെ അടുത്ത പാരഗ്രാഫില് കുടുംബവുമായിട്ട്, സുഹൃത്തുക്കളുമായിട്ട്, സമൂഹവുമായിട്ടുള്ള നമ്മുടെ വികലമായ ബന്ധങ്ങള് ഭൂരിഭാഗം പേർക്കും ധാരാളം കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ അവയെക്കുറിച്ച് പ്രത്യേകിച്ച് ചിന്താശൂന്യരും കടുംപിടുത്തക്കാരുമായിരുന്നു. മറ്റൊരു മനുഷ്യനുമായി യഥാർത്ഥ സൗഹൃദം രൂപീകരിക്കാൻ ഞങ്ങൾക്കുള്ള പൂർണ്ണമായ കഴിവില്ലായ്മയാണ് ഞങ്ങളിപ്പോൾ തിരിച്ചറിയുന്നത്. ഞങ്ങളുടെ അഹംഭാവമായിരുന്നു വിനാശകരമായ 2 വാരിക്കുഴികൾ കുഴിക്കുന്നു. ഒന്നുകിൽ നമുക്കറിയാവുന്ന ആൾക്കാരെ അടക്കി വാഴാൻ നാം നിർബന്ധം പിടിക്കുന്നു, അല്ലെങ്കിൽ നാം വളരെയധികം അവരെ ആശ്രയിക്കുന്നു. ഇപ്പോൾ അല്ലെങ്കിൽ പിന്നീട് അവർ നമ്മെ നിരാശരാക്കും. കാരണം മനുഷ്യരാണ് അവര്. അവര് അന്തമില്ലാത്ത ആവശ്യങ്ങൾ നിറവേറ്റാൻ അവർക്ക് കഴിയില്ല. ഈ രീതിയിൽ നമ്മുടെ അരക്ഷിതാവസ്ഥ വളരുകയും വഷളാവുകയും ചെയ്യുന്നു. നമ്മൾ പതിവ് പോലെ നമ്മുടെ സ്വേച്ഛപരമായ ആഗ്രഹങ്ങൾക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ പ്രതിഷേധിക്കുകയും ശക്തമായി നമ്മെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങളുടെ വികാരങ്ങൾ മുറിവേൽക്കുകയും ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാണ് തോന്നുമെങ്കിലും പ്രതികാരവാഞ്ച ഉടലെടുക്കുകയും ചെയ്തു. നിയന്ത്രിക്കാനുള്ള നമ്മുടെ ശ്രമങ്ങൾ നാം വർദ്ധിപ്പിക്കുമ്പോഴും അവ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയും നമ്മുടെ കഷ്ടപ്പാട് കൂടുതൽ രൂക്ഷവും സ്ഥായിയായും മാറുകയും ചെയ്യുന്നു. കുടുംബത്തിൽ ഒരാളായിരിക്കാനോ, സുഹൃത്തുക്കളുടെ ഇടയിൽ ഒരു സുഹൃത്തായിരിക്കാനോ, ജോലിക്കാരുടെ ഇടയിൽ ഒരു ജോലിക്കാരനായിരിക്കാനോ, സമൂഹത്തിലെ പരോപകാരിയായ അംഗമായിരിക്കാനോ നമ്മൾ ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ല. കൂട്ടത്തിന്റെ തലപ്പത്തെത്താനോ അല്ലെങ്കിൽ എല്ലാത്തിന്റെ അടിയിൽ പോയി ഒളിക്കാനാണ് നമ്മൾ ശ്രമിച്ചത്. സ്വാർത്ഥ താല്പരമായ ഇത്തരം പെരുമാറ്റം നമ്മളുമായിട്ടുള്ള ആരുടെയെങ്കിലും പങ്കാളിത്തത്തെ പറ്റി യഥാർത്ഥ സാഹോദര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ചുരുങ്ങിയ ധാരണയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവസാനത്തെ പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? ഇവിടെ ഉന്നയിക്കപ്പെട്ട ഈ കഴിഞ്ഞ പാരഗ്രാഫിൽ പറയുന്നത് നമ്മൾ സമൂഹത്തിലെ കൂട്ടുകാരൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ, സുഹൃത്തുക്കളൊക്കെ ആയിട്ടുള്ള ബന്ധത്തെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ ഉന്നയിക്കപ്പെട്ട പല ചോദ്യങ്ങളോടും ചിലർ പ്രതിഷേധിച്ചേക്കാം. എന്തുകൊണ്ടെന്നാൽ അവരുടെ തന്നെ പെരുമാറ്റത്തിന്റെ കുറവുകൾ അത്രത്തോളം തെളിഞ്ഞതല്ലെന്ന് അവർ ചിന്തിക്കുന്നു. പ്രതിഷേധാർഹമായ ചോദ്യങ്ങൾ സ്പർശിക്കുന്ന തകരാറുകളെ തന്നെ ഉൾപ്പെടുന്ന ഒരു അന്വേഷണം അന്വേഷണീയമാണെന്ന് ഇവരോട് നിർദ്ദേശിക്കാം. പുറമേയുള്ള നമ്മുടെ നിലവാരം തീരെ മോശമല്ലെന്ന് തോന്നിയാലും സ്വയം നീതീകരണത്തിന്റെ, അതായത് സെൽഫ് ജസ്റ്റിഫിക്കേഷന്റെ കനത്ത അടരുകൾക്കിടയിൽ ഇത്തരം ഓരോ പോരായ്മകളെയും നമ്മൾ കുഴിച്ചു മൂടിയിരിക്കുന്നു കണ്ടെത്തുന്നത് ലജ്ജാകരമാണ്. കുറവുകൾ എന്തു തന്നെയായാലും ആത്യന്തികമായി അവയുടെ ഒളിപ്പോരിൽ നാം മദ്യപാനത്തിലേക്ക് വീണു. അതുകൊണ്ട് കണക്കെടുപ്പ് നടത്തുമ്പോൾ പരിപൂർണ എന്നതാണ് ശ്രദ്ധേയമായ പദം. അപ്പൊ നമ്മൾ ഈ 4th സ്റ്റെപ്പ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ വിചാരിക്കേണ്ടത്? പരിപൂർണത എന്ന് തന്നെയാണ്.
ഈ അവസരത്തിൽ നമ്മുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതി ഉണ്ടാക്കുന്നത് ബുദ്ധിപരമായിരിക്കും. വ്യക്തമായും ചിന്തയ്ക്കും സത്യസന്ധമായ വിലയിരുത്തലും ഒരു സഹായമാവും അത്. മുന്നോട്ട് പോകാനുള്ള പരിപൂർണമായ നമ്മുടെ സന്നദ്ധതയിലെ പ്രത്യക്ഷമായ ഒരു തെളിവാണ് ഇത്. അപ്പോ ഈ നമ്മുടെ ഈ ഹൗ ഇറ്റ് വർക്ക്സ് എന്നുള്ള ഈ ചാപ്റ്റർ 4-ാം പടി അവസാനിക്കുകയാണ്. ഇനി അടുത്തത് 5-ാം പടിയാണ്. അതിനകത്ത് പേജ് നമ്പർ 76 എന്തുകൊണ്ടാണ് നമ്മൾ ഈ ലിസ്റ്റ് സൂക്ഷിച്ചു വെക്കണം എന്ന് പറഞ്ഞാല്, നമുക്ക് വി ഹാവ് എ ലിസ്റ്റ് ഓഫ് ഓൾ പേഴ്സൺസ് വി ഹാവ് ഹാംഡ്, നമ്മൾ ഉപദ്രവിച്ചിട്ടുള്ള എല്ലാവരുടെയും ഒരു ലിസ്റ്റ് ഉണ്ട്, പേരുണ്ട്. ആൻഡ് ടു ഹും വി ആർ വില്ലിംഗ് ടു മേക്ക് അമെൻസ് വി മേഡ് ഇറ്റ് വെൻ വി ടുക്ക് ഇൻവെന്ററി. അതായത് 76-ാമത്തെ പേജ് എത്തുമ്പോൾ നമ്മൾ വീണ്ടും ഈ ലിസ്റ്റ് എടുത്തിട്ട് നമ്മൾ അമൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ലിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്. 1-ാമത്തെ കോളം അതൊക്കെ പഠിക്കാണ്, ബാക്കിയുള്ള കോളങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോ ഇപ്പൊ ഇങ്ങനെ ഒരാൾ 4-ാം പടി കൃത്യമായി ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് സ്പോൺസർ ലാസ്റ്റ് എന്താ പറയാന്ന് അറിയാമോ? കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് കംപ്ലീറ്റഡ് യുവർ 4th സ്റ്റെപ്പ്. നിങ്ങൾ നിങ്ങളുടെ 4-ാം പടി പൂർത്തിയാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് 5-ാം പടിയിലേക്ക് പോകാം. താങ്ക് യു.